എന്റെ ശബ്ദം കേൾക്കുന്ന ന്യൂ ഇയർ പ്രഭാഷണത്തിന് വേണ്ടി എത്തിയ പ്രിയപ്പെട്ട ഉമ്മമാരോടും സഹോദരങ്ങളോടും എനിക്ക് നൽകാനുള്ള ഉപദേശങ്ങളിൽ മർമ്മപ്രധാനമായ ഒന്ന്, 25ന്റെ പിറവി വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹം, ഒരു യുവസമൂഹം, ലോകത്തെമ്പാടുമുള്ളതാകുന്ന ആളുകളിൽ വിശ്വാസികളും നിരീശ്വരവാദികളും അവിശ്വാസികളും അടക്കം പടക്കം പൊട്ടിച്ചുകൊണ്ടും ആർമാദിച്ചുകൊണ്ടും കള്ളുകുടിച്ചും രമിച്ചും രസിച്ചും ഈ രാത്രിയുടെ യാമങ്ങളെ മാറ്റിമറിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഇത്തരണത്തിൽ കരുനാഗപ്പള്ളി താലൂക്കിലെ ചിറ്റുമൂല എന്ന് പറയുന്ന ഈ ദേശത്ത് ആത്മീയമാക്കപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു സദസ്സിലേക്ക് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഈമാനിന്റേതാകുന്ന ഒരു അണു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ഒരു ചെറിയ പ്രകാശം നൽകിയിട്ടുണ്ട്. അള്ളാഹു അത് കൂടുതൽ പ്രോജ്വല പ്രഭയുള്ളതായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കാരണം നമ്മുടെ മക്കളിൽപ്പെട്ടവർ, എത്രയോ ചെറുപ്പക്കാർ, എത്രയോ സഹോദരങ്ങൾ, എത്രയോ സഹോദരിമാർ ഇതേ രാത്രിയിൽ തന്നെ കള്ളു വാങ്ങിച്ചിട്ട് ബീവറേജിൽ നിന്ന് കൊണ്ടുവന്ന് കുപ്പി വെച്ച് പൊട്ടിക്കാൻ വേണ്ടി തയ്യാറാകുന്നതാകുന്ന ഒരു അസുലഭ മുഹൂർത്തമായി അവർ കാണുകയാണ്. ഈ രാത്രിയിൽ അള്ളാഹുവിലേക്ക് മടങ്ങുവാനും ഏകദൈവ വിശ്വാസം കൈക്കൊള്ളുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ശാദ്വല തീരത്തേക്ക് വന്നടഞ്ഞ് വിഖിരലായി കഴിഞ്ഞുകൂടുവാൻ, ഖുർആനിന്റെ മാസ്മരികതയിലേക്ക് വന്നണയാൻ, പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റേതാകുന്ന തണൽ കൊള്ളാൻ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. അങ്ങകലെ കാസർഗോഡ് ഹൊസബട്ടയിൽ നിന്ന് വരെ വന്നവർ ഈ സദസ്സിലുണ്ട്. കർണാടകയിൽ നിന്ന് വന്ന മോമിനീങ്ങൾ ഈ സദസ്സിലുണ്ട്, മോമിനാത്തുകളുണ്ട്. എന്റെ കൺമുന്നിലിരിക്കുന്നതാകുന്ന ധാരാളം ആളുകൾ, മലപ്പുറം ജില്ലയിൽ അബ്ദുൽ ഖാദർ സാഹിബ് അടക്കം ഈ സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ളതാകുന്ന ധാരാളം സഹോദരങ്ങൾ, ചെറുപ്പക്കാർ, സഹോദരിമാർ ഈ മജ്ലിസിലുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത്, ഇതേ രാത്രിയിൽ തന്നെ വയനാട് എന്ന് പറയുന്നതാകുന്ന ദേശം, പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അടക്കം ഒരു വിഭാഗം ആളുകൾ പരിപൂർണമായി 600 വരുന്നതാകുന്ന വിശ്വാസികളും അവിശ്വാസികളും അടക്കം വീടുകൾ മുഴുവനും ഒരൊറ്റ രാത്രി കൊണ്ട് പരിപൂർണമായി തകർക്കപ്പെട്ടത് ഈ കഴിഞ്ഞ കൊല്ലമാണ്. അവർക്ക് വേണ്ടി സ്വാന്തനമേകാൻ പാവപ്പെട്ടതാകുന്ന റുഹൈബയാൻ കുടുംബാദികളോട് ഒരു മാസം പറഞ്ഞപ്പോൾ തന്നെ അൽഹംദുലില്ലാ 5 ലക്ഷം രൂപ മക്കൾ അൽഹംദുലില്ലാ നമുക്ക് നൽകി. ഇന്നിവിടെ സിആർ മഹേഷിന്റെ കൈകളിലേക്ക് ആദരണീയനായ പാണക്കാട് തങ്ങളെ കൊണ്ട് നൽകിയതും അതാണ്. അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത്, വയനാട് ദേശത്തുള്ളതാകുന്ന അത്തരത്തിലുള്ളതാകുന്ന ഒരു ദുരന്തം നടന്ന ഭൂമിയിലേക്ക് ഒരു വലിയ ധനികനായ മനുഷ്യൻ, അദ്ദേഹം ക്ഷണിക്കുന്നത് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കാണും. ഡിസംബർ 31-ന് എനിക്കുള്ളതാകുന്ന ഏക്കർ കണക്കിന് 1000 ഏക്കർ ഭൂമിയിലേക്ക് നിങ്ങൾ വരിൻ, കളിക്കാനുള്ള കളിപ്പോക്ക് നിങ്ങൾ കൊണ്ടുവരണം, നിങ്ങൾക്ക് അടിക്കാനുള്ള വെള്ളം എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ കള്ളിലേക്കും ജനങ്ങളെ മതോന്മത്തരാക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നതായ ധനാഢ്യരാക്കപ്പെട്ട വിഡ്ഢികളുടേതാകുന്ന പറുദീസയാണ് ഈ ഭൗതികമായ ലോകമെന്ന് പ്രിയപ്പെട്ട വിശ്വാസികൾ അറിയാതെ പോകരുത്. എന്റെ ആയിരക്കണക്കിന് ഭൂമിയിലേക്ക് നിങ്ങൾ കടന്നു വരിൻ, കളിക്കാനുള്ള പെണ്ണുമായിട്ട് നിങ്ങൾ വരണം, നിങ്ങൾക്ക് വേണ്ട അടിക്കാനുള്ള കള്ള് ഞാൻ നിങ്ങൾക്ക് ഈ രാത്രിയിൽ തരാമെന്ന് പറഞ്ഞ് നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന ജനങ്ങളെയും വിശ്വാസത്തിൽ രൂഢമൂലമാകുന്ന മുഅ്മിനീങ്ങളെയും ഈ രാത്രിയുടെ യാമങ്ങളിൽ മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഈ രാത്രിയിലെ പണച്ചാക്കുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം. എന്താണ് ഈ സമൂഹത്തിന് അവർ നൽകുന്ന സന്ദേശം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയുടെ യാമങ്ങളിൽ കള്ളു കുടിക്കുവാനും അഭിരമിക്കുവാനും സിനിമ കണ്ടുകൊണ്ട് രസിക്കുവാനും കേവലം വ്യഭിചാരത്തിലേക്ക് പരിപൂർണമായി ശരീരത്തെ കൊണ്ടെത്തിക്കുവാനും വേണ്ടി ആഭാസത്തിൻ്റെതാകുന്ന തുറസാക്കപ്പെട്ട സ്ഥലങ്ങളായി തന്റെ സ്ഥലത്തെ മുഴുവനും മാറ്റി എഴുതാൻ ഇത്തരക്കാർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അവർ ചെയ്യുന്നത് പോട്ടെ, മറ്റുള്ളവരെ തെറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മനുഷ്യരാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തേക്ക് പടയ്ക്കപ്പെട്ടതിന് വലിയ ലക്ഷ്യമുണ്ട്. അതാദ്യം നമ്മൾ ഓർക്കണം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്നവർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമുഖത്തേക്ക് അവരെ പടച്ചത് എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് മർമ്മപ്രധാനമായ ലക്ഷ്യം മറന്നതാകുന്ന മനുഷ്യരായിട്ടാണ് ഇന്ന് സത്യവിശ്വാസികളാകുന്ന നമ്മൾ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അത് പാടില്ലല്ലോ. നമുക്ക് മരണമുണ്ട് എന്നും ഖബറുണ്ട് എന്നും മഹ്ശറയുണ്ട് എന്നും വിചാരണകളുണ്ട് എന്നും ഉറപ്പുള്ളവരാണ് സത്യവിശ്വാസികൾ. അങ്ങനത്തെ വിശ്വാസിനികളെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കുറിച്ച് ഓർമ്മ വേണം, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഓർമ്മ വേണം. എന്റെ പാരത്രിക ലോകത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്ന ചിന്ത വരണം.
അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസവും ആ ദിവസങ്ങൾ വന്നുകൊണ്ട് ലോകത്തുള്ളതാകുന്ന മുഴുവൻ മനുഷ്യരെയും വിളിച്ചു പറയുമത്രേ, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, ഇന്നി യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ് വ ഇന്നി അലാ മാ യഅമലു ഫിയാ ഷഹീദ്, എന്നിൽ നീ പ്രവർത്തിക്കുന്നതായ ഏതെല്ലാം നന്മയുണ്ടോ തിന്മയുണ്ടോ അതിലെല്ലാം ഞാൻ സാക്ഷിയാണ്. وإني إذا غربت الشمس لم أرجع إليكم إلى يوم القيامة. ദിവസമാകുന്ന ഞാൻ ഈ ദിവസം നീ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാലും ഇല്ലെങ്കിലും ഇന്നത്തെ അസ്തമയത്തോടുകൂടി ഞാനിതാ നിന്നിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. എന്നെ വേണ്ട രീതിയിൽ നീ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നീ മനസ്സിലാക്കണേ പ്രിയപ്പെട്ടതാകുന്ന മനുഷ്യ, നിന്നിൽ നിന്ന് ഈ രാത്രിയോടുകൂടി ഞാനിതാ വിട പറയുകയാണ്, വിട ചൊല്ലുകയാണ്. എല്ലാ ദിവസവും ആ ദിവസങ്ങൾ വന്നുകൊണ്ട് നമ്മളോട് പറയുന്ന വാക്യമാണ്, ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, ഞാനൊരു പുതിയ ദിവസമാണ്. എന്നെ നീ ശ്രദ്ധിക്കണേ, അമൽ ചെയ്യാതെ കളയരുതേ, ശ്രദ്ധിക്കണേ. നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഇബാദത്ത് കൊണ്ടും പരിപൂർണമായി എന്നെ നീ വരവേൽക്കാൻ തയ്യാറാകണേ. നന്മയാർന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് എന്നെ നീ ഉപയോഗപ്പെടുത്തണേ എന്ന് എല്ലാ ദിവസങ്ങളും വന്നുകൊണ്ട് മനുഷ്യനോട് പറയുന്നുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, കൈഫ അൻതും ഇദാ തഗാ നിസാഉകും വഫസഖ ശുബ്ബാനുകും വതറക്തും ജിഹാദകും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. 1400 വർഷം മുമ്പ് സ്വഹാബത്തിനോട് ആശങ്കയോടുകൂടി നബി തങ്ങൾ ചോദിക്കുകയാണ്, കൈഫ അൻതും ഇദാ തഗാ നിസാഉകും, നിങ്ങളിലുള്ള സ്ത്രീകൾ പിഴച്ചു പോകുന്ന ഒരു കാലഘട്ടം എത്തിയാൽ, നിങ്ങളിലുള്ള സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുന്നതായ ഒരു സാഹചര്യം എത്തിപ്പെട്ടാൽ, വഫസഖ ശുബ്ബാനുകും, നിങ്ങളിലുള്ള യുവാക്കൾ മുഴുവനും തെമ്മാടികളായി പോകുന്ന ഒരു സാഹചര്യം ഈ ലോകത്ത് വന്നാൽ എന്തായിരിക്കും സ്വഹാബ ഈ ലോകത്തിന്റെ അവസ്ഥയെന്ന് നബിയുനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് സ്വഹാബത്തിനെ മുൻനിർത്തി മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് സ്വഹാബത്ത് ചോദിക്കുമ്പോ ഖാലൂ, സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അവകായിനു ദാലിക യാ റസൂലല്ലാഹ്, അവകായിനു ദാലിക യാ ഹബീബല്ലാഹ്, നബിയേ ഇതൊക്കെ ഈ ലോകത്ത് ഉണ്ടാകുമോ ഹബീബേ? സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുന്ന, യുവാക്കൾ മുഴുവനെ തെമ്മാടികളായി റൗഡികളായി മാറുന്നതാകുന്ന ഒരു കാലഘട്ടം കടന്നു വരുമോ? സ്വന്തം മാതാപിതാക്കളെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്നതാകുന്ന ഒരു യുഗമല്ലേ ഹബീബായ നബി തങ്ങളോട് ആശങ്കപ്പെട്ടുകൊണ്ട് സ്വഹാബത്ത് ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുകയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഈ മുഹമ്മദ് നിങ്ങളോട് പറയട്ടെ, സഅശദ്ദു മിൻഹു സയകൂൻ, ഇതിനേക്കാൾ വലുത് ഈ ലോകത്തുണ്ടാകും സഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വന്തം മാതാവിനെ പോലും കള്ളുകുടിച്ച് അഭിരമിച്ച് മതോന്മത്തനായി തിരിച്ചറിയാതെ കടന്നു വന്ന് കള്ളിൻ്റെതാകുന്ന കൂസുകൂടുമ്പോ സ്വന്തം മാതാവിനെ പോലും വ്യഭിചരിക്കാൻ കടന്നു പിടിക്കുന്ന യുഗത്തിലേക്ക് ഈ സമുദായത്തിന്റെ മക്കൾ എത്തിപ്പെട്ടില്ലയോ? ആരാണ്
എന്തുകൊണ്ടാ പ്രിയപ്പെട്ട മുസ്ലിം കേവലം മുസ്ലിം നാമധാരിയായിട്ട് മാറുകയല്ലയോ? റേഷൻ കാർഡിലും പാൻ കാർഡിലും ആധാർ കാർഡിലും പാസ്പോർട്ടിലും മാത്രം മുസ്ലിം നാമധാരി ആയതുകൊണ്ട് കാര്യമായില്ല. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു അവതരിപ്പിച്ചത് കുന്തും ഖൈറ ഉമ്മാ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. എല്ലാ തിന്മകളെയും തടയുന്ന, എല്ലാ നന്മകളും കൽപ്പിക്കുന്നതായ ഏറ്റവും ഉദാത്തമാകുന്ന ഉത്തമമായ സമുദായമാണ് നബിയേ തങ്ങളുടെ സമുദായമെന്ന് വിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാകുന്ന ഈ സമുദായം ഇന്ന് നന്മ എവിടെയാണ് കൽപ്പിക്കുന്നത്? തിന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന വിഭാഗമായി ഈ സമുദായം മാറിയില്ലേ? ഞാൻ ചോദിക്കട്ടെ സ്നേഹത്തോടുകൂടി, ഈ ഇരിക്കുന്നതാകുന്ന 10,000-ങ്ങളിൽ കരുനാഗപ്പള്ളിയുള്ള പണക്കാരുണ്ടോ? ഈ ഇരിക്കുന്നതാകുന്ന സദസ്സുകളിൽ സാമ്പത്തികമാകുന്ന നേട്ടം കൊയ്തെടുത്ത ആളുകളുണ്ടോ? ഒരു കാലഘട്ടത്തിൽ പള്ളിയിൽ വന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ട് ഇത്തികാഫിനെ നിയത്തുമായി കഴിഞ്ഞുകൂടിയവർ, നിസ്കാരം കൃത്യമായി നിർവഹിച്ചു പോന്നിരുന്നവർ, അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ചവർ, ഇന്ന് പള്ളി വേണ്ട, മദ്രസ വേണ്ട, ദീനീ സ്ഥാപനങ്ങൾ വേണ്ട, ആലിമീങ്ങളെ ചീത്ത വിളിക്കുകയാണ്, മുത്തഅല്ലിമീങ്ങളെ കണ്ണെടുത്താൽ ദേഷ്യമാണ്, അവർ സാമ്പത്തികമാകുന്ന നേട്ടമുണ്ടാക്കാനാണെന്ന് പറഞ്ഞ് അവരെ കളിയാക്കുന്ന യുഗത്തിലേക്ക് ഈ സമുദായത്തിലെ പണക്കാര് മാറിയില്ലയോ? നഊദു ബില്ലാഹ്. ഞങ്ങൾക്ക് വഅദ് വേണ്ട, ഞങ്ങൾക്ക് ഖുർആൻ കേൾക്കേണ്ടതില്ല, ഞങ്ങൾക്ക് ദിക്റിന്റെ മജ്ലിസ് വേണ്ട, ഞങ്ങൾക്കൊരു റൂഹേ ബയാനും വേണ്ട എന്ന് പറഞ്ഞ് പണത്തിന്റെ പളവളപ്പിൽ വിരാജിക്കുന്നവരെ, ഈ ദുനിയാവ് ശാശ്വതമല്ല, ഈ ദുനിയാവ് നശ്വരമാണ്. ഇത് തീരാൻ പോകുന്ന ലോകമാണ്, അത് മനസ്സിലാക്കണം. ഇത് അണയാൻ പോകുന്ന ലോകമാണ്. ഇവിടുന്ന് നീ എന്ത് ചെയ്തോ അതാണ് അടുത്ത ഘട്ടം മുതൽ നിന്നെ പരിശോധിക്കുക. അടുത്ത ഘട്ടം മുതൽ മരിക്കാൻ പോവാണ് നമ്മൾ. ആയുസ് തീർന്നു. വയസ്സെത്രയുള്ളത്? അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മറ്റുള്ള ഉമ്മത്ത് നിങ്ങൾ നോക്കരുതേ, എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. താടി രോമങ്ങൾ നരച്ചവർ ഈ മജ്‌ലിസിലില്ലേ? തലയിലെ രോമകൂപങ്ങൾ മുഴുവനും നരബാധിച്ചവർ മരണത്തിന്റെ അടയാളമായി ശരീരം തന്നെ കൂഞ്ഞു പിടിച്ചു പോയില്ലയോ? എന്നിട്ടും എന്തിനാണ് മനുഷ്യ കള്ള്? എന്നിട്ടും എന്തിനാ മനുഷ്യ വ്യഭിചാരത്തിലേക്ക് ഏർപ്പെടുന്നത്? എന്നിട്ടും എന്തിനാണ് മനുഷ്യ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കയറാത്തത്? ഇപ്പോഴും ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നവരാരാ? അല്പം പ്രായമുള്ള ആളുകൾ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഒരു പ്രശ്നമില്ല, സ്വർഗം പറഞ്ഞാലും നരകം പറഞ്ഞാലും ഒരു പേടിയില്ലാത്ത വിഭാഗമായി അത്തരക്കാര് മാറി. ഒരു പേടിയില്ലാതെ മാറി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്ത് പറഞ്ഞാലും പേടിയില്ല, സ്വർഗം പറഞ്ഞാലും പേടിയില്ല, നരകം പറഞ്ഞാലും പേടിയില്ല, സ്വർഗത്തിൽ കടക്കണമെന്നുള്ള ചിന്തയില്ല, ഖബറിനെ കുറിച്ച് പേടിയില്ല, നരകത്തെ കുറിച്ച് ഭയപ്പാടില്ല. അപ്പൊ കാണാം നമുക്ക് പിന്നെ നോക്കാന്നാ പറയുന്നത്. അതുകൊണ്ട് എന്താ ഈ വാള് വരുന്നില്ലല്ലോ? പ്രായമുള്ള ആളുകളിൽ അല്പം സാമ്പത്തിക ശേഷിയുള്ളതാകുന്ന ചെറുപ്പക്കാർ ആരാ? എത്ര പേരാ സദസ്സ് ഇൽമിന്റെ മജ്‌ലിസിൽ വരിക? ഒരു 10 മിനിറ്റ് ഇരിക്കുക, എത്ര പേരിരിക്കും? അപ്പോഴേ എഴുതേക്കണം. എന്താ കാരണം? സമ്പത്ത് ആവശ്യത്തിനുണ്ടല്ലോ, എനിക്കെന്തിന് വാള്? ഞാൻ ആവശ്യം പോലെ ഉണ്ടാക്കി, ഇനി എനിക്കെന്തിന്? ഈ ഒരു ചിന്താഗതിയാണ്. മരിക്കണ്ടേ സഹോദര, മരിക്കണ്ടേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദാത്ത്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദാത്ത്. എല്ലാ സുഖങ്ങളും എല്ലാ രസാനുഭൂതികളും ഇല്ലാതാക്കി കളയുന്ന മരണത്തെ കുറിച്ച് നിങ്ങൾ അധികമായി ചിന്തിക്കണേ സാബ, അധികരിപ്പിക്കണേ. മരണത്തെ കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ കെടാതുണ്ടാവണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ റുഹൈബയാന്റെ മജ്‌ലിസിൽ നിന്ന് വീടണയുമെന്ന് ഉറപ്പിക്കാൻ സാധിക്കുമോ സോദര? നാളെ സുബഹിയുടെ ബാങ്കുല് കർണപുടത്തിലെ കലകൾ കൊള്ളുമെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന മുസ്ലിമാരാണ്, മുഅ്മിനത്താരാണ്. ഉറപ്പിക്കാൻ പറ്റൂല. എപ്പോ വേണമെങ്കിലും മരണം ഉണ്ടാകാം. എത്രയോ വലിയ വലിയ നടന്മാർ, എത്ര വലിയ സാമുദായിക നേതാക്കൾ, രാഷ്ട്രീയ തമ്പുരാക്കന്മാർ മരിച്ചുപോയില്ലേ? ഏത് പ്രായത്തിലും എപ്പോഴും എവിടെ വെച്ച് മരണമുണ്ടാകാം.
വലിയ ദുരന്തങ്ങളിലൂടെ. ഈ അടുത്തുണ്ടായ കാർ അപകടങ്ങളും മറ്റ് അപകടങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി. ആലപ്പുഴയിലെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ, മെഡിക്കൽ വിദ്യാർത്ഥികൾ അപകടത്തിൽ മരിച്ചത്. പാലക്കാട് ജില്ലയില് വലിയ ദുരന്തത്തിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയതാകുന്ന മുസ്ലിം സഹോദരിമാർ, ഒരു വണ്ടി മറിഞ്ഞ് മരണപ്പെട്ടത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ നടക്കുന്നതാകുന്ന രാഷ്ട്രീയക്കാരുടെയും അല്ലാതെയും ഉള്ളതാകുന്ന മരണം. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മൻമോഹൻ സിംഗിന്റെ അന്ത്യം, MD വാസുദേവൻ നായരുടെ അന്ത്യം, ഓരോരുത്തരുടെയും മരണം വിളിച്ചോതുകയാണ്. എത്ര വലിയ രാഷ്ട്രീയ പ്രമുഖനായിരുന്നാലും ചിന്താധാരയിൽ വസിക്കുന്നവനായിരുന്നാലും മരണത്തെ പുൽകും. ഒരാളും മരിക്കാതെ പോവില്ല. ആ സത്യം ഇതൊരു നഗ്ന യാഥാർത്ഥ്യമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ജീവിച്ചാൽ നമ്മൾ നന്നാവും. നമ്മൾ ബന്ധങ്ങളെ ശ്രദ്ധിക്കും, കുടുംബ ബന്ധങ്ങളെ ശ്രദ്ധിക്കും, അയൽപക്ക ബന്ധങ്ങളെ ശ്രദ്ധിക്കും. സമൂഹത്തോടുള്ള, സമുദായത്തോടുള്ള, ലോകത്തോടുള്ളതാകുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു കടമ, നമുക്കത് മാറ്റം ഉണ്ടാവും, ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹു തൗഫീഖ് നസീബ. സഹോദരങ്ങളെ, നല്ലതുപോലെ മനസ്സിലാക്കി നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ എന്താണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്? ഇതുവരെ ചെയ്തിട്ടുള്ള അമലൊന്ന് പരിശോധിക്കുക. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയായിട്ടുള്ളത്? നമസ്കാരങ്ങൾ ചിട്ടവെക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇബാദത്തുകൾക്ക് പുറകോട്ടല്ലേ ഇന്ന്? എത്ര ആളുകൾ കൃത്യമായി ഖലാസോടുകൂടി നമസ്കാരങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്? قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. പരിശുദ്ധമായ ഖുർആൻ സത്യവിശ്വാസികൾ വിജയിച്ചവരാണ് എന്ന് സൂറത്തുൽ മുഅ്മിനൂനുടെ അടയാളപ്പെടുത്തുമ്പോൾ തന്നെ ആദ്യമായി പറഞ്ഞത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകളാ, നമസ്കാരത്തിൽ ശ്രദ്ധാലുക്കളായ ആളുകളാണ്. തീർന്നില്ല. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. നാട്ടിൽ ഏതെല്ലാം ഫെസ്റ്റുകൾ നടന്നാലും, ഏതെല്ലാം സിനിമാ ഗാനമേള ട്രൂപ്പുകളുടെ സദസ്സുകൾ നടന്നാലും, ഏതൊക്കെ സിനിമാ നടികൾ കരുനാഗപ്പള്ളിയിൽ ഏത് ചൊല്ലറി ഉദ്ഘാടിക്കാൻ വന്നാലും ദീൻ പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള അശ്ലീലതയിൽ നിന്ന് ഒഴിഞ്ഞു മാറി സഞ്ചരിക്കുന്നവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അവരാണ് വിജയിച്ചവരെന്ന് വിശുദ്ധമായ ഖുർആൻ. ഒരു കാലഘട്ടത്തിൽ വലിയ വലിയ സാദാത്യങ്ങളെയും ഉമറാക്കളെയും കൊണ്ടുവന്ന് ഉദ്ഘാടിച്ചിരുന്നതായ ഓരോ ജ്വല്ലറികളും ഷോപ്പുകളും ഒക്കെ ഇന്ന് കെട്ടിവെച്ചതാകുന്ന സിനിമാ നടിയെ കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്ന സമൂഹമായി ഈ സമുദായത്തിന്റെ അപ്പോസ്തലന്മാർ മാറിയില്ലയോ? വലിയ ധനാഢ്യർ മാറിയിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പണക്കാരായ ആളുകളൊക്കെ നടിയെ കിട്ടുമോ, ഏത് നടിയെ വേണം? കെട്ടിവെച്ച നടിയെ വേണം. ആ നടിയെ കിട്ടിയാലേ കാര്യം നടക്കും. കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കെട്ടിവെച്ചാണെങ്കിൽ അവളെ ഒന്ന് പോക്കറ്റിൽ ഒന്ന് തോളത്തൊക്കെ ഒന്ന് കൈയിട്ടൊരു ഫോട്ടോ എടുത്താൽ വലിയ സന്തോഷം. അതിന് 50 ലക്ഷം വേണമെങ്കിൽ ആജിയർ കൊടുക്കും. പള്ളിയിലെ മാസവരി കൊടുക്കാത്തതിന് ഫ്രണ്ട് ബോർഡിൽ, നോട്ടീസ് ബോർഡിൽ ആജിയറെ പേരെഴുതിയിട്ടിട്ട് വർഷം 2ആയി. തൊലിക്കെട്ടി അപാരമാണ്, ഇന്നുവരെ കൊടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ സമുദായം. ഈ ഒരു രീതിയിലേക്ക് അധപ്പതിച്ചത് എന്നു മുതൽ ബഹുമാനപ്പെട്ടതാകുന്ന മഹത്തുക്കളാകുന്ന ഔലിയാക്കൾ അന്തിവിശ്രമം ചെയ്യുന്ന നാടാണ്. ഷെയ്ഖ് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുടക്കമുള്ള പുറത്തിലെ ഷെയ്ഖിൻ്റെതാകുന്ന ശിഷ്യഗണങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ നാടിന് ആത്മീയമാകുന്ന ഏറ്റവും വലിയ തണലായി നിലകൊള്ളുന്നു. കരുനാഗപ്പള്ളിയുടേതാകുന്ന തണലിൽ റയീസുൽ ഉലമ ശിഹാബുദ്ദീൻ ഉസ്താദ്, വന്നിരാകുന്ന മർഹൂം തഴവ ഉസ്താദ്, യൂനുസ് കുഞ്ഞ് മൗലവി അടക്കമുള്ളതാകുന്ന റഹിമഹുമുല്ലാഹ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. എത്രയോ സമുന്നതരാകുന്ന മഹത്തുക്കളുടേതാകുന്ന പാദസ്പർശം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച മണ്ണാണ് നമ്മുടെ മണ്ണ്. ഈ സദസ്സ് തന്നെ എത്രയോ പ്രാവശ്യം അവരുടെയൊക്കെ വാളുകൾ നടത്തിയിട്ടുണ്ട്, എത്രയോ പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മളിൽ എത്ര പേർ സഹോദരങ്ങളെ അതനുസരിച്ച് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് എന്റെ ചോദ്യം. ഇപ്പോഴും നിസ്കാരത്തെ നിസാരവൽക്കരിക്കുന്നവരില്ലേ? ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ഈ
ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചിറപ്പിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങുന്നതാകുന്ന ബാങ്ക് വിളി മുഴക്കുന്ന വ്യക്തികളെക്കാൾ ഏറ്റവും മനോഹരമാകുന്ന ശബ്ദം ഈ ലോകത്ത് സമ്മാനിക്കുന്ന വ്യക്തി ആരാണ്? എത്ര പേരാണ് ബാങ്ക് കേട്ടിട്ട് കൃത്യമായി ജമാഅത്തുകളെ ശ്രദ്ധിക്കുന്നവർ? അവ്വൽ വഖത്തിൽ നമസ്കരിക്കാൻ പള്ളിയിൽ കയറുന്ന സഹോദരങ്ങൾ എത്ര പേരാണ്? ഇന്നും നമ്മൾ അതിനോട് വിമുഖതയാണ്. ബാക്കിയെല്ലാം നമ്മൾ കറക്റ്റാണ്. നിസ്കാരം അവ്വൽ വഖത്തിലില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചോ, ഏത് ദീനി മജ്ലിസിലിരുന്നാലും, നിങ്ങൾ റുഹൈൻ ബയാൻ മജ്ലിസ് അല്ല, ഏത് മജ്ലിസിൽ ആത്മീയ മജ്ലിസിലിരുന്നാലും നിസ്കാരം മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടേ ദിക്റുള്ളൂ. നിസ്കാരം ഇല്ലാത്തതാകുന്ന ഒരു കള്ളത്തരീക്കത്തിന്റെ ശൈഖിനെയും നിങ്ങൾ പിൻപറ്റേണ്ടതില്ല, ഒരാളെയും പിൻപറ്റേണ്ടതില്ല. നമ്മുടെ കേരളക്കരത്തിൽ അത്തരത്തിലുള്ളതാകുന്ന വ്യാജ ശൈഖന്മാർ ധാരാളം ഉടലെടുത്തിട്ടുണ്ട്. കള്ള ജിന്നുമന്മാർ കള്ള ശൈഖന്മാരായി നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞ് 5 വഖത്തിന്റെ സമയത്ത്, നിസ്കാരത്തിന്റെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ദിക്ർ പിടിച്ചാൽ മതി എന്ന് പറയുന്ന ഒരുപാട് കള്ള ശൈഖന്മാരെ ഈ സമുദായത്തിൽ കാണാൻ പറ്റും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു കള്ള ശൈഖിന്റെ പുറകിലും ഒരു കള്ള ജിന്നുമയുടെ പുറകിലും നിങ്ങൾ പോയി പെടരുത്. അത് അഹ്ലുസുന്നയുടെ ഭാഗമേ അല്ല, അഹ്ലുസുന്നയുടെ ആദർശമേ അല്ല. മറിച്ച് നിസ്കാരം മസ്റ്റാണ്. നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു അന്ധനായ സ്വഹാബി വര്യൻ കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഗരീറുൽ ബസരി യാ ഹബീബല്ലാഹ്. അന്ധതയുള്ള വ്യക്തിയാണ് റസൂലേ. വലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്. പള്ളിയിലേക്ക് എന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ഒരാൾ പോലുമില്ല ഹബീബേ, ഒരാൾ പോലുമില്ല ഹബീബേ. അഫൗറഖിസു ലീ അൻ ഉസല്ലിയ ഫീ ബൈതി. എനിക്കെന്നെ വീട്ടിൽ തന്നെ നിസ്കരിക്കാൻ അനുവാദം നൽകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് ഫറഖസ ലഹു, അദ്ദേഹത്തിന് ഇളവ് നൽകുകയാണ്. നീ കൃത്യമായി ബാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ നിസ്കരിക്കണം. നിസ്കരിച്ചോളാം. പള്ളിയിൽ ജമാഅത്തിന് വരാൻ താല്പര്യമില്ലാത്ത ആളല്ല, നിസ്കരിക്കാൻ വലിയ താല്പര്യം. പക്ഷേ കണ്ണിന് കാഴ്ചയില്ല, പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോലും ഒരു മഹ്ലൂക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. വലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്. ഹദീസാണ്. അദ്ദേഹം പറയുകയാണ് നബി തങ്ങളുടെ മുന്നിൽ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പോലും ഒരാളും ഇല്ല. തങ്ങൾ എനിക്ക് അനുവാദം നൽകിയാൽ ഞാൻ വീട്ടിൽ തന്നെ കൃത്യമായി നിസ്കരിച്ചു കൊള്ളാം. നബി തങ്ങൾ അനുവാദം കൊടുത്തു. ഹദീസിൽ കാണാം, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്ന് സന്തോഷത്തോടുകൂടി പിന്തിരിയുകയാണ്. അനുവാദം കിട്ടിയല്ലോ, ഇനി ബാങ്ക് വിളിച്ചാൽ എനിക്ക് വീടിന്റെ അകത്തളങ്ങളിൽ തന്നെ അവ്വൽ വഖത്തിൽ നമസ്കരിക്കാമല്ലോ. ജമാഅത്തിനെ തൊട്ട് ഇളവ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. പിന്തിരിഞ്ഞ് നടക്കുമ്പോ നാദാഹു, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ വിളിക്കുകയാണ്. നബി തങ്ങൾ ചോദിക്കുകയാണ്, അതസ്മഉൻ നിദാ, അതസ്മഉൻ നിദാ, നീ ബാങ്ക് കേൾക്കുന്നുണ്ടോ? ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ നിന്നെ കർണപുടത്തിലേക്ക് അലയൊലിക്കൊള്ളുന്നുണ്ടോ? മഹാനായ സ്വഹാബി വരെ നബി തങ്ങളോട് പറയുകയാണ്, നഅം യാ റസൂലല്ലാഹ്, ബാങ്ക് കേൾക്കാം നബിയെ, എനിക്ക് കണ്ണിനാണ് പ്രശ്നം ഹബീബേ, കാതിന് യാതൊരുവിധ പ്രശ്നവുമില്ല, ബാങ്ക് നല്ല വൃത്തിക്ക് കേൾക്കാമെന്ന് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സുഹാബിയല്ലെന്ന് മനസ്സിലാക്കണം, 5 വഖത്ത് കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ്. നബി തങ്ങളെ, എനിക്ക് പ്രയാസമാണ്, എനിക്ക് തങ്ങളോടൊപ്പം വരൽ ബുദ്ധിമുട്ടാണ്, എനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന് മാത്രമല്ല എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരാൾ പോലും ഇല്ലാത്ത സാഹചര്യമാണ്. നബി തങ്ങൾ അനുവാദം കൊടുത്തിട്ട് ഇറങ്ങി പോകുമ്പോ ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ പതറുകയാണ്. ഉണ്ട് നബിയേ, ഉണ്ട് നബിയേ. നബി തങ്ങൾ പറയുന്നു, ഫഅജിബ് ലിസ്സലാ, എന്നാൽ നിനക്ക് ഇളവില്ല, ബാങ്ക് കൃത്യമായി ഉത്തരം ചെയ്ത് പള്ളിയിൽ തന്നെ ജമാഅത്തിന് കൂടണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.
അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാതെ കള്ള ശൈഖിന്റെ പറയ കൂടല് നിക്കറുന്ന പിടിച്ചോ ഇത് പിടിച്ചോ ഇത് പിടിച്ചോ എന്നല്ല. ഇത് അവസാന കാലഘട്ടത്തും അതുണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബി തങ്ങൾ പറഞ്ഞല്ലോ, അവസാന കാലഘട്ടം എത്തുമ്പോ യൽഹറുൽ ജഹ്ലു, വിവരക്കേട് അധികരിക്കും. അത് എങ്ങനെയാണ് അറിവ് ഉയർത്തുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യംതസിഉഹു മിനൽ ഇബാദ് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് ഈ ലോകത്ത് നിന്ന് ഒറ്റയടിക്ക് മനുഷ്യൻ അവൻ സായക്തമാക്കി വെച്ച അറിവുകളെ ഹൃദയാന്തരങ്ങൾ നൂരിക്കൊണ്ടു പോകുകയല്ല, മറിച്ച് എങ്ങനെയാണ് അറിവിനെ അല്ലാഹു ഉയർത്തുക? ولكن يقبض العلم بقبض العلماء. ആലിമീങ്ങളെ മരിപ്പിക്കലിലൂടെയാണ്, സമുന്നതരാകുന്ന സാദാത്യങ്ങളുടെ മരണത്തോടു കൂടിയിട്ടാണ് ഈ ലോകത്ത് നിന്ന് യഥാർത്ഥമാകുന്ന അറിവ് ഇല്ലാതാകുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആലിമീങ്ങൾ മരിക്കും, നല്ല നല്ല സമുന്നതരായ പണ്ഡിതന്മാർ മരിക്കും, അവർക്ക് പഠിപ്പിക്കപ്പെട്ടതാകുന്ന അങ്ങനെ വന്ന് 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 ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനെ കുറിച്ച് അറിയുകയോ പ്രവാചകരെ കുറിച്ച് മനസ്സിലാക്കുകയോ ചെയ്യാത്ത ഏറ്റവും പടുവിഡ്ഢികളാകുന്ന ആളുകളെ ജനങ്ങൾ തലയിലേറ്റി നടക്കുമത്രേ. ജിന്നമാരെയും കള്ള ശൈഖന്മാരെയും വ്യാജ ത്വരീഖത്തിൻ്റെതാകുന്ന ആളുകളെയും ജനങ്ങൾ തലയിലേറ്റി നടക്കുകയാണ്. ഫസുഇലു, അവരോട് ജനങ്ങൾ മസ്അല ചോദിക്കുമത്രേ. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, വിവരമില്ലാത്ത ആളുകളല്ലേ, അറിവില്ലാത്തത് കൊണ്ട് ജനങ്ങളോട് ഫത്വ നൽകുകയാണ്. അറിവില്ലാത്തത് കൊണ്ട് ഫത്വ കൊടുക്കും, ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ. കാരണം എന്താ? ഒരു ബോധവും വിവരമില്ലാത്ത ആളാണ് ഇവർ. ഇവർക്കൊരു വിവരമില്ല. വിവരം ഉണ്ടെങ്കിലല്ലേ വിവരം പറഞ്ഞു കൊടുക്കുക. അറിവില്ലാത്തതാകുന്ന ആളുകളെ ജനയിലെ തലയിലേറ്റ് നടക്കും. എത്ര കറക്റ്റാണ് നബി തങ്ങൾ പറഞ്ഞത്, ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാല. തലവന്മാരായിട്ട് കൊണ്ടു നടക്കുക വിവരക്കേടിന്റെ അഹ്ലുകാരെ ആയിരിക്കും. അങ്ങനെ ഉണ്ടാകും. എന്താ പ്രശ്നം? ഫസുഇലു, അവരോട് മസ്അലകൾ ചോദിക്കും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, വിവരമില്ലാത്തത് കൊണ്ട് അവർ ഫത്വ കൊടുക്കും. ഫളല്ലു വഅളല്ലു. നബിയുനാ റസൂലുള്ളാഹി, അവരും പിഴയ്ക്കും, അവർ മറ്റുള്ളവരെ പിഴപ്പിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ അതാണ്. കാസർഗോഡ് ജില്ലയിലേതാകുന്ന ഒരു ചിന്നുമ്മയുടെ അടുക്കലേക്ക് 596 സ്വർണവുമായിട്ട് പവനുമായിട്ട് കടന്നു ചെന്നു ഒരാൾ. ഇതൊന്ന് ഇരട്ടിപ്പിച്ചു തരണം. 596 പവനുള്ള വ്യക്തിയാണ്. അയാൾക്ക് 10 തലമുറയ്ക്ക് തിന്നാനുള്ളതുണ്ട്. ആലോചിച്ചു നോക്ക് നിങ്ങൾ. അവസാനം എന്തായി? ഒരു ചിന്നുമ്മയുടെ അടുക്കൽ പോയി അവരും അവരുടെ ഭർത്താവും ഒക്കെ കൂടി ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? തല പിടിച്ച് ഭിത്തിയിലിടിച്ചിട്ട് ആളെ കൊന്നുകളഞ്ഞു. നഊദു ബില്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തട്ടെ, ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. മനുഷ്യനല്ലേ, സാഹചര്യങ്ങൾ കൊണ്ടങ്ങനെ ആകുന്നതാണ്. ദുനിയാവ് അത്രമേൽ മനുഷ്യന് പ്രിയമാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഖുർആൻ അങ്ങനെയാണല്ലേ പറഞ്ഞത്. മനുഷ്യൻ സമ്പത്തിനോട് വല്ലാത്ത അത്യാർത്തിയുള്ളവനാണ്. അല്ലാഹു നമ്മൾ അതിനെ തൊട്ട് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുണ്ടായാൽ എല്ലാ അപകടത്തിലും പെടും. അവസാനം എന്തായി? ഈ ജിന്നുമ്മയും അവരുടെ ഭർത്താവും കൂടി ഈ പാവപ്പെട്ടതാകുന്ന മനുഷ്യനെ കൊന്നുകളഞ്ഞു. ആർക്കാ നഷ്ടമുണ്ടായത്? ഒരു മനുഷ്യന്റെ ആയുസ് ഇല്ലാതാകുക. ദീർഘായുസോടുകൂടി ഈ ലോകത്ത് ജീവിക്കാനും 20 തലമുറകൾക്ക് കഴിയാനുണ്ടായിട്ടും വീണ്ടും ഒരു 10 തലമുറയ്ക്ക് കൂടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന് വേണ്ടി 596 സ്വർണം പവൻ കൊണ്ടുപോയി കൊടുത്ത് ഇരട്ടിപ്പിക്കാൻ പോയ മനുഷ്യൻ അവസാനം ജീവഹാനിയാണ്. ജീവൻ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തട്ടെ, പാപം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇതിപ്പോൾ ഈ അടുത്ത് നടന്ന കഥയാണ്. ഇതുപോലെ കേരളത്തിന്റെ വിക്കുമൂലകളിൽ ഓരോ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ, ഓരോ ഗ്രാമാന്തരങ്ങളിൽ അത്തരത്തിലുള്ള ആളുകൾ അധികരിച്ചുകൊണ്ടിരിക്കാൻ, ദീനില്ലാത്തതാകുന്ന ആളുകളെ തലവന്മാരായി വെക്കും. അവരിലേക്ക് മസ്അലകൾ ചോദിക്കും. അത് ജനങ്ങൾക്ക് അപകടമുണ്ടാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ചെറുപ്പക്കാർ സഹോദരങ്ങൾ, എന്റെ ശബ്ദം കേൾക്കുന്ന ന്യൂ ഇയർ പ്രഭാഷണത്തിന് വേണ്ടി എത്തിയ പ്രിയപ്പെട്ട ഉമ്മമാരോടും സഹോദരങ്ങളോടും എനിക്ക് നൽകാനുള്ള ഉപദേശങ്ങളിൽ മർമ്മപ്രധാനമായ ഒന്ന്, നമ്മൾ പിടിക്കുന്ന വ്യക്തിയെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം പിടിക്കാൻ. നമ്മൾ ആരെയാണോ ഉസ്താദുമാരെ, മഹല്ലത്തിലെ ഉസ്താദുമാരെ കാണുന്നു, അവരെങ്ങനെയാണ്, ഏതാണ് അവരുടേതാകുന്ന സിൽസില പരമ്പര, അവരുടെ ഉസ്താദുമാരാര്, ഏതാണ് അവരുടേതാകുന്ന മശായിഖന്മാർ,
അവരേത് വഴിയിലാണ് പോകുന്നത് അത് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അല്ലാതെ കാണുന്നതൊക്കെ കയറി പിടിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ സഹോദരിമാർക്ക് കൂടിയിട്ടുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. ഈമാൻ തെറ്റിപ്പോകാൻ അത് മതി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഈമാൻ എന്ന് പറഞ്ഞാൽ നിസ്സാര വിഷയമല്ല. ഇന്ന് ഈ തലമുറയിൽ ഏറ്റവും കൂടുതൽ മൂല്യശോഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈമാനാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിരീശ്വരവാദം തഴച്ചു വളരുകയാണ്. ഇവിടെ തഴച്ചു വളരുകയാണ്. എല്ലാ ദിവസവും രാത്രി ഓൺലൈൻ മജ്‌ലിസ് കൊണ്ടുവന്നിട്ട് ഓൺലൈനിലൂടെ ജനങ്ങളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും രാത്രി ഇത്തരക്കാരായ ആളുകൾ മജ്‌ലിസ് നടത്താൻ, ആര്? നിരീശ്വരവാദികളായ ആളുകൾ മജ്‌ലിസ് നടത്താൻ, എന്നിട്ട് പാവപ്പെട്ടതാകുന്ന ജനങ്ങളെ പിഴപ്പിക്കാൻ. അല്ലാഹ് എവിടെ? എവിടെ പ്രവാചകൻ? എവിടെ പ്രവാചകൻ? 10 കെട്ടിയില്ലേ? 9 കെട്ടിയില്ലേ? ഇന്ന ആളുകളെ ഒഴിവാക്കിയില്ലേ എന്നൊക്കെ ചോദിച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇഷ്കാലിന്റെ ഓരോരോ സംശയത്തിന്റെ ധ്വനികൾ ഇട്ടുകൊടുത്ത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഈമാനിനെ ചോദ്യം ചെയ്യുന്ന നിലയ്ക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാരൊക്കെ ഒരുപാട് ആളുകൾ അതിലേക്ക് പെട്ടുകൊണ്ടിരിക്കുകയാണ്, വിവരമില്ലാതായിക്കൊണ്ടിരിക്കുക. ഒന്നാമതായി പറയാനുള്ളത്, അത്തരക്കാരുടേതാകുന്ന വാറോലകളും അത്തരക്കാരുടെ വചനങ്ങളും പ്രഭാഷണങ്ങളും കേൾക്കരുത് എന്ന് മഹാനായി ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. വളരെ ശ്രദ്ധിക്കണം. ഈമാൻ തെറ്റിപ്പോകും. ഈമാൻ തെറ്റിക്കുന്ന ആളുകളുടേതാകുന്ന പ്രഭാഷണങ്ങൾ, അത്തരത്തിലുള്ളതാകുന്ന വാക്കുകൾ, അവരെഴുതിയ പുസ്തകങ്ങൾ ഒന്നും വായിക്കാനോ അത് ശ്രദ്ധിക്കാനോ പാടില്ല. കാരണം ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഈമാനു നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു അലാ ഖൽബി മൻ യശാഉ. അല്ലാഹു ഉദ്ദേശിച്ചവരുടെ ഹൃദയത്തിൽ അല്ലാഹു കൊടുക്കുന്ന ചെറിയ പ്രകാശമാണ്. അതൊരു ചെറിയ സെക്കൻഡ് കൊണ്ട് അണഞ്ഞു പോകും. 1 സെക്കൻഡ് കൊണ്ട് അത് ആളിക്കത്തി പ്രചരിക്കുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നിങ്ങൾ ഈ മജ്‌ലിസിൽ വന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ഈമാനിന്റെ കണിക ഉള്ളത് കൊണ്ടാണ്. ഈ സദസ്സിൽ നിന്ന് പോകുമ്പോൾ ആ ഈമാൻ വർദ്ധിച്ചവരായി പോകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങകലെ കാസർഗോഡ് നിന്നുവരെ ഈ മജ്‌ലിസിലേക്ക് ഈ രാത്രി ഒരു 3 മണിക്കൂർ ഉമര മുസാദിനോടൊപ്പം കരുനാഗപ്പള്ളി താലൂക്കിലെ ചിറ്റുമൂല ഗ്രൗണ്ടിൽ ഞങ്ങൾക്കൊന്ന് ഒരുമിക്കണമെന്നുള്ള ആശയിൽ 400-500 കിലോമീറ്റർ താണ്ടി വരണമെങ്കിൽ അവരുടെ ഈമാൻ ഇത്തരത്തിലുള്ള ഒരു സദസ്സിലേക്ക് നിയത്ത് ചെയ്തിട്ടാണ്. ഈ സലാത്ത് മജ്‌ലിസിലെ ഒരു ദുആ പ്രതീക്ഷിച്ചിട്ടാണ്. എത്രയോ ആളുകൾ അങ്ങനെ പ്രതീക്ഷിച്ച് വന്നവരാണ്. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അത് നമ്മൾ ഈ സദസ്സിൽ നിന്ന് പോകുമ്പോൾ ഖുർആനും ഹദീസും കേട്ട് ഈ സദസ്സിന് ആത്മീയമാകുന്ന ഒരു സായുജ്യമുണ്ടായി ഒന്നല്പം കൂടി ഒന്ന് ആളിക്കത്തിച്ചാൽ മരണം വരെയും അത് നിലനിൽക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നേരെ മറിച്ച് ഇതിനെയൊക്കെ എതിർത്തിട്ട് ഇപ്പോഴും വരാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്, പുറത്തല്ല, ഇതേ രാജ്യത്ത് തന്നെയുണ്ട്. കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾ മുസ്ലിമീങ്ങൾ ഒരുമിച്ചാൽ ഇതൊന്നും അല്ല സദസ്സ്. എത്രയോ ആളുകൾ ഇപ്പോഴും കളിതമാശയിൽ ഏർപ്പെടുന്നതാകുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മുടെ മക്കളിൽ തന്നെ ഭൂരിഭാഗം ആളുകളും ഈ സമയത്ത് തന്നെ അഴീക്കൽ ബീച്ചിൽ പോയി ഫെസ്റ്റിൽ പങ്കെടുത്ത് രാത്രി 12 മണിയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആകാശത്തേക്ക് ബലൂൺ ഉയർത്തിക്കൊണ്ട് ഒച്ചത്തിൽ പാട്ടുപാടി തിമിർക്കാൻ വേണ്ടി ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ. അതിൽ നിന്ന് വ്യതിരക്തമായി ഈ സദസ്സിലേക്ക് പ്രിയപ്പെട്ട വിശ്വാസികൾ ഒരുമിച്ച് കൂടിയെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനുണ്ട്. നൂറുൻ യഖ്ദിഫുഹു അല്ലാഹു അലാ ഖൽബി മൻ യശാഉ. അല്ലാഹു ഉദ്ദേശിച്ചവന്റെ ഹൃദയത്തിൽ കൊടുക്കുന്ന പ്രകാശത്തിന്റെ ഒരു ശോണിമയ്ക്കാണ് ഹിദായത്ത് എന്ന് പറയുക. ഇത് അണയാതിരിക്കാനാണ് 5 വഖത്ത് നിസ്കാരത്തിലും നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കുന്നില്ലേ? ഫാത്തിഹ സൂറത്തിന് സൂറത്തു ദുആഇ, പ്രാർത്ഥനാ സൂക്തം എന്ന പേരുണ്ട് എന്ന് ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു തഫ്സീർ ബൈലാവിയിൽ അൻവാർ തൻസീൽ വ അസ്റാർ തഅവീലിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നതായി കാണാം. എന്തുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയത്? ദുആ എന്ന് പറയുന്നതാകുന്ന ഒരു പദം പരിശുദ്ധമായ ഫാത്തിഹയിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. അല്ലാഹു ഈ ഹിദായത്തിന്റെ വഴിയിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തണേ. അല്ലാഹു ഞങ്ങളെ ഹിദായത്തിലേക്ക് ചേർത്ത് നിർത്തണേ. അല്ലാ, ഈ ഒരു വാക്യം ചോദിക്കാത്ത ഒരു മുസ്ലിമില്ല. 5 വഖത്ത് നിസ്കാരത്തിലും 17 റക്അത്തിലും നമ്മൾ അറിയാതെ അല്ലാഹുവിനോട് ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ദുആ അത് ഹിദായത്താണ്. സുബഹി 2, ളുഹർ 4, അങ്ങനെ നോക്കിയാൽ മൊത്തം എത്ര റക്അത്ത്? 17 റക്അത്ത് ഫർള് മാത്രം. ഈ ഫർളുകളിൽ മാത്രം പടച്ചറബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന ഒരേ ഒരു ചോദ്യം ഹിദായത്ത് മാത്രമാണ്. അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അത് പോയാ പോയി സഹോദരങ്ങളെ, എപ്പോ വേണമെങ്കിലും അണയാം. അത് ഒറ്റ രാത്രി കൊണ്ട് അണയും, ഒരു കള്ളുകൊണ്ട് അണയും. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മൻ ശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാൻ, യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി.
ഇട്ടിരിക്കുന്നതാകുന്ന കമീസ് ഊരി കാണിച്ചിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഹക്കദാ, ഇപ്രകാരം തലവഴി ഈമാൻ ഊരപ്പെട്ടു പോകുമേ. കള്ളു കുടിക്കുന്നതായ മുസ്ലിം സഹോദര സഹോദരിമാരിൽ നിന്ന് നബിയുനാ റസൂലുള്ളാഹി ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ മാരകമാകുന്ന ലഹരിയുടേതാകുന്ന തരത്തിലേക്ക് എത്തിക്കുന്ന MDMA-യും LSD-യും അടക്കമുള്ള ഗവൺമെന്റ് നിരോധിച്ച ഈ സിഗരറ്റുകളടക്കം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തലമുറകളായി ഈ സമുദായത്തിലെ മക്കൾ മാറിയില്ലയോ? ഈമാൻ പിഴച്ചു പോകാൻ, ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ ഇതിനേക്കാൾ കുറവുള്ള വസ്തുവേദ നബി തങ്ങൾ പറയുകയാണ്, ഒരൽപ്പം ലഹരി നുണഞ്ഞാൽ ഈമാനവൽ നിന്ന് പോകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഈമാൻ. ഏത് സെക്കൻഡിലും അത് നഷ്ടപ്പെട്ടു പോകാം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഉസ്താദുമാരെ കാണുമ്പോൾ ബക്കറ്റിൽ പൈസ നിക്ഷേപിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നിയ്യത്ത് ചെയ്യും. പള്ളികൾക്ക്, മദ്രസകൾക്ക്, ദീനി സ്ഥാപനങ്ങൾക്ക്, യതീംഖാനകൾക്ക് എന്തിനു കൊടുത്താലും എന്റെ ആഖിബത്ത് നന്നാകാൻ ദുആരക്കണം. ഇപ്പൊ അത് പറയലില്ല, കുറഞ്ഞിരിക്കുന്നു. ഇപ്പൊ എല്ലാവരും കാർ വേണോ, ഹൈബ്രിഡിന്റെ വാങ്ങാൻ വേണ്ടി മകന് പരീക്ഷയ്ക്ക് ജയിക്കണം. ഭൗതികമാകുന്ന താല്പര്യങ്ങൾക്ക് പിറകിൽ മാത്രം ആഖിബത്ത് നന്നാവുക എന്നുള്ളത് ഇന്ന് ചോദിക്കാറില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മരണാനന്തര ജീവിതത്തിന് വേണ്ടി മനുഷ്യ നീ എന്താണ് ഒരുങ്ങിയത്? എന്തിനു വേണ്ടി അടുത്ത ജീവിതം ഖബറാണ്. എന്താണ് അവിടെ നീ ഒരുങ്ങിയത്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏത് ഖബർ കണ്ടാലും, ഖബറെന്ന് കേട്ടാലും പൊട്ടിക്കരയുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു അത്രേ, മായുബ്കീക യാ ഉസ്മാൻ, എന്തിനാണ് ഉസ്മാൻ തങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഖബർ കാണുമ്പോൾ വാവിട്ട് നിലവിളിക്കുന്നത്? നരകത്തെ കുറിച്ച് പറയപ്പെടുമ്പോൾ പോലും ഇത്രയേറെ കരയലില്ലല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി, കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ചിറപ്പിന്റെ ദർബാറിൽ ഈ പാവപ്പെട്ട ഉസ്മാനിനെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ ആ മഹ്ശറയിൽ ഞാൻ ഒറ്റക്കല്ല, ലൗ കുന്തു ഫിൽ ഹശരി കുന്തു മഅന്നാസ്. മഹ്ശറയിലേക്ക് ഈ പാവപ്പെട്ട ഉസ്മാനിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴും ഈ ഉസ്മാനിനോടൊപ്പം ആളുകളുണ്ട്. വലൗ കുന്തു ഫിന്നാർ, കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് ഈ പാവപ്പെട്ടതാകുന്ന ഉസ്മാനിനെ അല്ലാഹുവിന്റെ വിധി പ്രകാരം പ്രവേശിപ്പിച്ചാൽ ഈ പാവപ്പെട്ടതാകുന്ന ഉസ്മാനിനോടൊപ്പം ജനങ്ങളുണ്ട്. കള്ളു കുടിച്ചതായ ജനങ്ങൾ, വ്യഭിചരിച്ചതായ ജനങ്ങൾ, സിനിമ കണ്ടതായ ജനങ്ങൾ, സീരിയൽ കളിച്ചുകൊണ്ട് നടന്ന ജനങ്ങൾ, രാവും പകലും റീൽസ് കളിച്ചുകൊണ്ട് അതിൻ്റെതാകുന്ന ലൈക്ക് കൂട്ടാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങൾ മുഴുവനെ തള്ളി നീക്കിയതാകുന്ന യുവമിഥുനങ്ങൾ എല്ലാവരെയും എനിക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ വലൗ കുന്തു ഫിൽ ഖബരി ലം യകുൻ മഈ അഹദുൻ, ഖബറിലേക്ക് ആരടി ഇരുണ്ടനാകുന്ന തുരുത്തിലേക്ക് ഈ പാവപ്പെട്ടതാകുന്ന ഉസ്മാനിനെ കൊണ്ടുപോയി വച്ചാൽ ലം യകുൻ മഈ അഹദുൻ, ഒരാൾ പോലും എന്റെ ഖബറിൽ കൂട്ടാളി ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവാണ് എന്നെ കരയിക്കുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഏത് മനുഷ്യനെ കൊണ്ടുപോയും ബഹുമാനപ്പെട്ടവരുടെ കാലയളവിൽ കൊണ്ടുപോയ ഖബറടക്കിയാൽ ജന്നത്തുൽ ബഖീന്റെ വാതിലിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഫൈൻ തൻജു മിൻഹാ തൻജു മിൻ ദി അളീമതി വഇല്ലാ ഫഇന്നി ലാ യഖാലുക നാജിയാ. അല്ലയോ ഖബറിൽ കിടക്കുന്നതായ മനുഷ്യ, ഏത് മുഅ്മിനെയും മുഅ്മിനത്തെയും കൊണ്ടുവന്ന് ഖബറടക്കിയാലും ഖലീഫയാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ രണ്ട് ബൈത്ത് പാടാതെ പോകുകയില്ല. ഫൈൻ തൻജു മിന്നാ തൻജു മിൻ ദി അളീമതി, ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന്, ഖബറിന്റെ അദാബിൽ നിന്ന്, ഈ പ്രയാസത്തിൽ നിന്നും അല്ലയോ പ്രിയപ്പെട്ട മനുഷ്യ നീ രക്ഷ പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ നീ ഇനി അങ്ങോട്ടുള്ളതാകുന്ന എല്ലാ ജീവിതഘട്ടങ്ങളും രക്ഷപ്പെട്ടവനാണ്. അതല്ല ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്തവനാണ്. മുങ്കർ നക്കീർ അലൈഹിസ്സലാമിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രസംഗിച്ചവനാണ്. റഹ്മാൻ എന്ന മലക്കിന്റെ മുന്നിൽ പതറിപ്പോയവനാണ് എങ്കിൽ
എങ്കിൽ വഇല്ലാ ഫഇന്നി ലയഖാലുക നാജിയാ. ആര് എന്ത് പറഞ്ഞാലും, ലോകം മുഴുവനും നിന്നെ കുറിച്ച് നന്മ പറഞ്ഞാലും നീ രക്ഷപ്പെട്ടവനാണ്, നീ ഉസ്മാൻ കരുതില്ല എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഖബറിന് വേണ്ടി എന്ത് ചെയ്തു മനുഷ്യ? ആറടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് നാളെ കൊണ്ടുപോയി വെക്കേണ്ടവരല്ലേ? ചിറ്റുമൂല ഖബർസ്ഥാനിലേക്ക് പോകേണ്ടവരല്ലേ? കരുനാഗപ്പള്ളി, വട്ടപ്പറമ്പ് തുടങ്ങിയിട്ടുള്ള ജമാഅത്തിൽ നിന്ന്, പരിസരത്തുള്ള മഹല്ലത്തുകളിൽ നിന്ന് വന്നു ചേർന്ന കരുനാഗപ്പള്ളി താലൂക്കിലെ 40ഓളം വരുന്ന പള്ളികളിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന പ്രിയപ്പെട്ട മനുഷ്യ, അടുത്ത സെക്കൻഡിൽ ഖബറിലേക്ക് പോകേണ്ടതില്ലേ? ഖബറിന് വേണ്ടി എന്ത് ചെയ്തടാ, എന്ത് ചെയ്തടി, എന്ത് ചെയ്തു അടുത്ത ലോകത്തിന് വേണ്ടി? ഇത് നമ്മുടെ ജീവിത ഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടമേ ആയിട്ടുള്ളൂ. ഒന്നാമത്തത് കഴിഞ്ഞു, ആലമുൽ അർവാഹ്. ഇപ്പോഴുള്ളത് ആലമുദ് ദുനിയായാണ്, ഭൗതിക ലോകമാണ്. ഇവിടെ നമ്മൾ പോവുകയാണ് അടുത്ത ഘട്ടത്തിലേക്ക്, ആലമുൽ ബർസഖ്, ഖബർ എന്ന് പറയുന്ന ലോകം. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാസുബ്ഹാന റബ്ബി, അതിൽ കീഴടക്കേണ്ടതാണ് സമാന. സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നാക്ക് ഫാന, അത് മാത്രമല്ലതിലെപ്പോഴും വഹദാന. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഖബറിന് വേണ്ടി എന്ത് ചെയ്തു? ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വാപ്പയെ കൊണ്ടുപോയി ഖബറടക്കിയവർ ഈ കൂട്ടത്തിലില്ലേ? സ്വന്തം ഉമ്മയെ കൊണ്ടുപോയി കയ്യിൽ വെച്ചുകൊണ്ട് ഖബറടക്കിയതാകുന്ന ചെറുപ്പക്കാർ, സഹോദരങ്ങൾ ഈ മജ്‌ലിസിലില്ലേ? ഉമ്മാക്ക് ചുംബനം കൊടുത്ത് വീട്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിച്ച പെങ്ങളെ നീ ഖബറിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? അടുത്ത സെക്കൻഡ് അങ്ങോട്ടാണ്. എപ്പോ പോകുമെന്ന് ഉറപ്പിക്കാൻ പറ്റൂല, എപ്പോ വേണമെങ്കിലും പോകാം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. ആ സമയത്ത് ഈമാൻ ഉണ്ടാവൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. ആ സമയത്താണ് ഈമാൻ വേണ്ടത്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മൻ കാന ആഖിറ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ദഖലൽ ജന്ന. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു, അവൻ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ വാപ്പ കലിമ ചൊല്ലി ഉച്ചരിച്ചാണ് മരിച്ചത് എന്ന് പറയുന്ന ചെറുപ്പക്കാർ എത്രയോ ഉമ്മമാരുണ്ട്, എത്രയോ ഉപ്പമാരുണ്ട്. നിങ്ങൾക്കതിന് സാധിക്കുമോ? നമുക്കതിന് കഴിയുമോ? കഴിയുമോ? അസർബൈജാനിൽ നിന്ന് യാത്ര ചെയ്തതാകുന്ന യാത്രികർ അതാ വാഹനം അപകടത്തിൽപ്പെട്ടു എന്നുള്ള അറിയിപ്പ് കൊടുത്തപ്പോ ആ ഫ്ലൈറ്റിലിരുന്നു കൊണ്ടൊരു പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ പറയുന്ന വാക്ക് ലോകം മുഴുവനും കണ്ടില്ലയോ, കണ്ടില്ലയോ? സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി മൊബൈൽ ഓൺ ചെയ്തുകൊണ്ട് വീഡിയോ പിടിക്കുകയാണ്. അത് കസാഖിസ്ഥാനിൽ പോയി തകർന്നടിയുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ പ്രിയപ്പെട്ട കുടുംബത്തിന് കൊടുക്കുമെന്ന നിർദ്ദേശമാണ്. ഭാര്യയ്ക്കതാ വാട്സാപ്പിലൂടെ സെൻഡ് ചെയ്തു കൊടുക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
ഞാൻ ഈ അസർബൈജാനിൽ നിന്നുള്ളതാകുന്ന യാത്രയിൽ ഈ ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ട് തകർക്കപ്പെട്ടു പോകുമ്പോ എന്റെ കുടുംബത്തിനോടുക്കുന്ന അവസാനത്തെ നിർദ്ദേശം, വാപ്പയതാ കലിമ ചൊല്ലിയാണ് മരിക്കാൻ തയ്യാറാകുന്നത്, ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി തയ്യാറാകുന്നത് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. എത്ര ഈമാനിക ആവേശത്തോടു കൂടിയാണ്. കസാഖിസ്ഥാനിൽ പോയി തകർന്നു, 38 പേര് മരിച്ചു. മാഷാ അല്ലാഹ്, അദ്ദേഹത്തിന് ഒരു പോറൽ പോലും ഇല്ല. അദ്ദേഹം പിന്നീട് രണ്ടാമത് പറയുന്ന വീഡിയോ വന്നു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ട് അദ്ദേഹം പോകുന്ന രംഗവും കണ്ടു. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു പരിഭവമുണ്ട്. കാരണം അപകടം ഉണ്ടായേക്കാണ്, 38 പേര് കൺമുന്നിൽ മരിക്കാൻ. മറ്റേത് മരിക്കാൻ പോകുന്നതിന് മുമ്പ് ഷഹാദത്ത് ഉറക്കെ ചെല്ലുകയാണ്. ഇതാണ് മുസ്ലിം, ഇതാവണം മുസ്ലിം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര എണ്ണം ചൊല്ലിയിട്ടുണ്ട്? വാപ്പ മരിച്ചിട്ട് 70,000 ചൊല്ലിത്തീർക്കാൻ വേണ്ടി നിലകൊള്ളുന്നതാകുന്ന ആളുകൾ മുത്താലിമീങ്ങളെ വിളിച്ചു നിർത്തിയിട്ട് ഏൽപ്പിക്കാൻ, അവരെ ഏൽപ്പിക്കാം. നമ്മൾ ആരെങ്കിലും നമുക്ക് വേണ്ടി സ്വന്തം ചൊല്ലിത്തീർത്തിട്ടുണ്ടോ ഒരു 70,000 തഹ്ലീൽ? നമ്മൾ ആരെങ്കിലും നമുക്ക് വേണ്ടി ചൊല്ലിത്തീർത്തിട്ടുണ്ടോ? ഖബറിന്റെ രക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ടുണ്ടോ? തഴവ ഉസ്താദ് അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. എന്റെ ഉമ്മയുടെ ഉപ്പ ആയതുകൊണ്ട് മാത്രമല്ല, ഈ കരുനാഗപ്പള്ളി ദേശത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന ഏത് വ്യക്തിയാണെങ്കിലും, മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും, അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും റളിയല്ലാഹു അൻഹു ആണ്. കാരണം അത്രയേറെ സുസമ്മതനായി നല്ല സൽവൃത്തിയിൽ ജീവിച്ച വ്യക്തിയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. നമ്മൾ ഈ നിൽക്കുന്ന സദസ്സിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനമാണ് തഴവ ഉസ്താദിന്റെ മഖാം. അല്ലാഹു അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിനോടൊപ്പം മരണപ്പെട്ടു പോയിട്ടുള്ള കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. അദ്ദേഹം 313 വീതം ഓരോ കല്ലിന്മേലും മെറ്റിലെടുത്തിട്ട് തന്റെ ഖബറിന്റെ മുകളിൽ വിരിക്കാൻ വേണ്ടി വെച്ചിരുന്നത് സ്ലാബ് വാർത്തപ്പോ ഓരോ കല്ലിലും മെറ്റിലും എടുത്തിട്ട് 313 വീതം സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാണ്. ഓരോന്നിലും ഓരോ കല്ലുമേലും ബഹുമാനപ്പെട്ടവരെ മറ്റുള്ളവരിൽ വ്യതിരക്തമാക്കുന്നത്. ഖബർ നേരത്തെ തയ്യാറാക്കാൻ, അതോടൊപ്പം തന്നെ മണ്ണ് അതിനുവേണ്ടി സജ്ജീകരിച്ചതാകുന്ന, അതിൽ കുഴയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച സിമെന്റ്, ഈ പൊടികളൊക്കെ എടുത്തു വെച്ചിട്ട് അതിലുമൊക്കെ ഓരോ ചട്ടിയിലും കൃത്യമായി 313 വീതം അസ്റാറിന്റെ എണ്ണത്തിൽ രഹസ്യമാക്കപ്പെട്ട ഒരുപാട് സിറുകളുള്ള 313. അതിൽ ബഹുമാനപ്പെട്ടവർ ബദരീങ്ങളുടെ എണ്ണം അനുസരിച്ചുകൊണ്ട് അതിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതി മന്ത്രിച്ചിട്ടാണ് സ്ലാബ് പാർത്തത്. ഞാൻ പറഞ്ഞത് മുൻഗാമികൾ ചെയ്തു വെച്ചതാണ്. കാരണം മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകാൻ 20 വർഷം മുമ്പ് അത് സജ്ജീകരിച്ചു വെക്കാൻ അദ്ദേഹത്തിന്. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, എന്റെ ഉമ്മായോട് നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യും. എന്നിട്ട് അവർക്ക് ഇറക്കി കൊടുത്തു, കല്ലിറക്കി കൊടുത്തിട്ട് പറഞ്ഞു ഓദിക്കോ. അവര് ഓതി. സ്വീകരിക്കപ്പെടണ്ടേ? അള്ളാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വുളൂഅ് സഹിയാകണ്ടേ? അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാര്, സഹോദരങ്ങളും പ്രായത്തിലേക്ക് എത്തിയതുള്ളതാകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം. ഒരുപാട് ആളുകൾ അതൊരു നിസ്സാര മൈൻഡോട് കൂടി കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇർതഹലതി ദുനിയാ മുദ്ബിറാ വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, ഇർതഹലതി ദുനിയാ മുദ്ബിറാ, ദുനിയാവ് അസ്തമിക്കാൻ പോവുകയാണ്. ഓരോ ദിവസവും റാഹത്തായി യാത്ര പറഞ്ഞു പോവുകയാണ്. അമൽ ചെയ്തവരാകട്ടെ അമൽ ചെയ്യാത്തവരാകട്ടെ ആരെയും കൂസാതെ തന്നെ ദുനിയാവ് പോകുകയാ. വറതഹലത്തിൽ ആഖിറതു മുഖ്ബിലാ, 2024 പോകുമ്പോ 2025 നമ്മളിലേക്ക് മുന്നിട്ട് വരുകയാണ്. ഈ ദിവസം ദുനിയാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് ദുനിയാവിൽ ആയുസ് കൂടുതലെന്നാണ്. എന്നാൽ തെറ്റി. വറതഹലത്തിൽ ആഖിറതു മുഖ്ബിലാ, ആഖിറമാണ്, പരലോകമാണ്, മരണമാണ്, ഖബറാണ് നിന്നിലേക്ക് അടുക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ഈ
ഈ ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് സമുന്നതരായ കൂട്ടുകാരുണ്ട്. ദുനിയാവിൽ ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ചവരെ ബാങ്ക് വിളിക്കുമ്പോൾ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് ദീനിയായ നിലക്ക് ബാങ്കിന് ഉത്തരം നൽകി ജമാഅത്ത് ശ്രദ്ധിച്ചവരെ, അവ്വല് വഖത്തിൽ തന്നെ നമസ്കരിക്കാൻ ഉമ്മയോടൊപ്പം തയ്യാറായ പെൺകുട്ടികളെ, സഹോദരിമാരെ, ഒരു വഖത്ത് പോലും നമസ്കാരത്തെ ഖളാക്കാതെ ശ്രദ്ധിച്ചിട്ടുള്ളതാകുന്ന യുവാക്കളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോക ജീവിതത്തിലേക്കുള്ളതാകുന്ന കൂട്ടുകെട്ട് ഈ ദുനിയാവിൽ ഉണ്ടാക്കിയെടുക്കണേ, നിങ്ങൾ ആഖിറത്തിന്റെ സന്താനങ്ങളാകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ, നിങ്ങൾ ദുനിയാവിന്റെ സന്താനങ്ങളാകരുതേ, ദുനിയാവിന്റെ പിറകെ ഓടരുതേ. ഈ ദുനിയാവ് നശിക്കാനുള്ളതാണ്. അനന്തരവും അനശ്വരവുമാകുന്ന ലോകത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന സത്യവിശ്വാസിയായി നിങ്ങൾ മാറൽ അനിവാര്യമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലൗമ ലനാ അമലുൻ വലാ ഹിസാബ്, ഇന്ന് നിങ്ങൾ അമൽ ചെയ്താൽ ഈ ദുനിയാവിൽ നിങ്ങൾ അമൽ ചെയ്യേണ്ട ദിവസമാണ്. ഈ ദുനിയാവിൽ അമൽ ചെയ്യാനുള്ള ദിവസമാണ്. ഇവിടെ നിങ്ങൾക്ക് വിചാരണയില്ല, ആരും നിങ്ങളോട് ചോദ്യം ചോദിക്കാനില്ല. ഏത് സിനിമയും നിങ്ങൾക്ക് കാണാം, ഏത് സീരിയലും നിങ്ങൾക്ക് ദർശിക്കാം, ഏത് കള്ളും നിങ്ങൾക്ക് യഥേഷ്ടം കുടിക്കാം, ഏത് രീതിയിൽ ഏത് പെണ്ണുമായി നിങ്ങൾക്ക് അഭിരമിക്കാം. സ്വന്തം ഭാര്യയല്ലാത്ത മറ്റുള്ള പരസ്ത്രീകളുമായി നിങ്ങൾക്ക് ബന്ധം പുലർത്താം. ഇത് ദുനിയാവാണ്. സ്വന്തം ഭർത്താവല്ലാത്ത മറ്റുള്ള പരപുരുഷന്മാരുമായി പെണ്ണേ നിനക്ക് ഈ ദുനിയാവിൽ ബന്ധം പുലർത്താം. അല്ലൗമ ലനാ അമലുൻ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അമലാണ്, ഒരു നിലക്കുമുള്ള ചോദ്യം നിങ്ങൾക്കുമില്ല. എന്നാൽ വഗദൻ ലനാ ഹിസാബുൻ വലാ അമൽ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തിയാൽ മരണത്തോടുകൂടി നിങ്ങൾക്ക് പരലോകത്തിന്റെ കവാടം തുറക്കപ്പെടുകയാ. നിങ്ങൾക്ക് വിചാരണയാണ്. ഖബർ മുതൽ ചോദ്യമാണ്, പിന്നീട് മഹ്ശറയിലും ചോദ്യമാണ്, പിന്നീട് അങ്ങോട്ട് ചോദ്യോത്തര വേളകളാണ്. നിങ്ങൾക്ക് അമലില്ല. അമൽ ചെയ്യാനുള്ള സാഹചര്യം ഇവിടം കൊണ്ട് തീരുകയാണ്. അല്ലൗമ ലനാ അമലുൻ വലാ ഹിസാബുൻ, ഇന്ന് നിങ്ങൾക്ക് അമൽ ചെയ്യാൻ പറ്റുന്ന ദിവസം യാതൊരുവിധ ചോദ്യം ഉണ്ടാവൂല. നാളത്തെ ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹിസാബ് ഉണ്ടാകും, അമലുണ്ടാവൂല. അപ്പൊ എവിടെയാ പണിയെടുക്കേണ്ടത്? ഇവിടെ പണിയെടുക്കണം. ഇവിടെ നമ്മൾ കുടുംബത്തെ പോറ്റണം, മക്കളെ പോറ്റണം, സമൂഹത്തോടുള്ള കടപ്പാട്, സമുദായത്തോടുള്ള കടപ്പാട്, ഇതര സമുദായങ്ങളോടുള്ള കടപ്പാട് എല്ലാം പൂർത്തീകരിക്കണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോടുള്ള കടപ്പാട് പൂർത്തീകരിക്കണം. ഇന്ന് പലിശയായിട്ട് ബന്ധപ്പെടാത്താരാണ്? പലിശയുമായിട്ടുള്ള ബന്ധപ്പെടൽ കൂടി വരിക്കുന്നു. ലോട്ടറി ധാരാളം എടുക്കുന്ന ആളുകളായി ഇന്ന് നമ്മുടെ സമൂഹം മാറി. ക്രിസ്മസിന്റേതാകുന്ന ബമ്പർ ലോട്ടറി, ഓണത്തിന്റെ ലോട്ടറി, ഇനി എപ്പോഴത് അടിക്കുന്നത് റിസൾട്ട് വരാൻ കാത്തിരിക്കുക, ഇപ്പോഴും പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്കാൻ. കാരണം റിസൾട്ട് വന്നാൽ അപ്പം നോക്കണം, അതിനുവേണ്ടി നിൽക്കാൻ. 10 ലക്ഷം 20 ലക്ഷം ഒക്കെ കൊണ്ടുപോയി ബാങ്കിലിട്ടിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് കഴിയുന്ന സമൂഹം ധാരാളമുണ്ട്. സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഉംറയ്ക്ക് വരാം എന്ന് നിയ്യത്ത് വെക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ പാപമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതൊക്കെ വലിയ തെറ്റാണ്. സബഉൽ മൂബിഖാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൻ പാപങ്ങളുടെ ലിസ്റ്റിൽ എണ്ണിയതല്ലേ പലിശയുമായിട്ടുള്ള ബന്ധപ്പെടൽ, അരിബ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതൊക്കെ നമ്മൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഇതൊന്നും ജീവിതത്തിലേക്ക് ഒരിക്കലും ഭാഗവാക്കാകാൻ പാടില്ല. എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നവനായി നമ്മൾ മാറണം. ഒരുപാട് നന്മയൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും തെറ്റുകളിൽ നിന്ന് പരിപൂർണമായി ഒഴിവാകണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതിന് രാത്രി നമ്മൾ സാക്ഷ്യപത്രമാക്കണം. ഇനിയുള്ള എന്റെ ജീവിതത്തിൽ കള്ളുകുടിക്കലുണ്ടാവില്ല, ലഹരി ഉപയോഗം ഉണ്ടാവില്ല, സിഗരറ്റ് വലിക്കുന്ന പരിപാടിക്ക് നിർത്തണം. പാപ്പ നിർത്തിയാലല്ലേ മക്കളോട് ഉപദേശിച്ചാൽ ശരിയാവുള്ളൂ. സ്വന്തം ശരീരത്തെ മറന്നിട്ട് മറ്റുള്ളവരെ നിങ്ങൾ ഉപദേശിക്കുകയാണോ? ഖുർആന്റെ കുറ്റപ്പെടുത്തലാണ്. അല്ലാഹുവിനടുക്കൽ വലിയ പാപത്തിൽപ്പെട്ടതാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് സ്വന്തം മക്കളെ ഉപദേശിച്ചിട്ട് നിങ്ങൾ ആ തെറ്റ് ചെയ്യുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എല്ലാ തെറ്റുകളും നമ്മൾ ഒഴിവാക്കണം. അശ്ലീലമാക്കപ്പെട്ടതാകുന്ന സ്വഭാവ വൈകല്യങ്ങളൊക്കെ നമ്മൾ ഇല്ലാതാക്കണം. അപ്പോഴേ നമ്മൾ നന്നാവുള്ളൂ. നമ്മൾ ഒഴിവാക്കുകയും മറ്റുള്ള ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അത് വലിയ ഗുണകാംക്ഷയാകും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അല്ലാഹുവേ ഞങ്ങൾ നീ സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ, ആബിദീങ്ങൾ ചേർക്കണേ അല്ലാ. പരലോകത്തേക്ക് ഗുണകാംക്ഷയാകുന്ന നന്മകൾ തങ്ങളുടെ ശിഷ്ടകാലത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്ക്. വയസ്സ് ഇപ്പൊ തന്നെ 30, 40, 50, 60 ഒക്കെ കഴിഞ്ഞ ആളുകളുണ്ട്. നിബിതങ്ങൾ പറഞ്ഞ ആയുസ്സിലേക്ക് ഇനി എത്ര ബാക്കി? ലോകത്തിന് കാരുണ്യം വാരി വിതറിയ, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരാകുന്ന ഹബീബായ നബിതങ്ങൾ ഈ ലോകത്ത് ജീവിച്ചത് 63 വയസ്സ്. നമുക്കത് കഴിഞ്ഞിട്ടുണ്ട്. 60, 70 ഒക്കെ കഴിഞ്ഞ ആളുകൾ ഒന്ന് കൈയുയർത്തിക്ക്. എത്ര പേരുണ്ട് 70 വയസ്സെത്തിയ ആളുകൾ? ഒന്ന് കൈയുയർത്തിക്ക്. ഇത്ര ആൾ കണ്ടത്. ഇത്രയേ ആളുകളോട് ഒരുമിച്ച് കൂടിയിട്ട് വളരെ ചുരുക്ക ആളുകളാണ് ആണുങ്ങൾ എന്നുള്ളത്. ഇതുപോലെ തന്നെ ആയിരിക്കും സ്ത്രീകളുടെ ഭാഗത്തും. 70 കഴിഞ്ഞ് വിട്ടുകിടക്കുന്നത് 70 കഴിഞ്ഞവർ വളരെ കുറവായിരിക്കുമെന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ അണയാൻ പോവാൻ. ഇനിയുള്ള ദിവസങ്ങൾ ശരിക്കും ഇബാദത്തെടുത്തു. നമ്മളൊരു സ്വപ്ന ലോകത്ത് പോലെയാ. രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, മക്കള് സ്കൂളിലേക്ക് പോകുന്നു, ബാഗ് തൂക്കിയിട്ട് തിരിച്ചിങ്ങനെ വരുന്നു. ഇതൊരു പ്രക്രിയയായിട്ട് ഇങ്ങനെ പോവാ. കടന്നിങ്ങനെ ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, അടുത്ത് തന്നെ. സ്കൂളൊക്കെ വീണ്ടും വെക്കേഷൻ കഴിഞ്ഞ് വീണ്ടും തുറന്നിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. പഠനത്തിൽ വലിയ പുരോഗതി അള്ളാഹു നസീബാക്കട്ടെ. മക്കളെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. പുതിയ തലമുറയെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ലഹരിക്ക് അടിമപ്പെട്ട യുഗമായി നമ്മുടെ മക്കൾ മാറി. 8ാം ക്ലാസ്സിലും 9ലും 10ലും ഒക്കെ പഠിക്കുന്ന മക്കളൊക്കെയാണ് മാരകമാകുന്ന ലഹരിയുടെ കാരിയറായി ബിസിനസ് സംരംഭത്തിലേക്ക് വന്ന മക്കളായി മാറിയിരിക്കുന്നു. ഓൺലൈൻ ബിസിനസ്സാണ്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ആക്കുമാറാവട്ടെ. രഹസ്യമായ ബിസിനസ്സാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു ബാഗിനകത്ത് സാധനം തൂക്കിയിട്ട് ഇങ്ങനെ പരശുറാം എക്സ്പ്രസിൽ ഇങ്ങനെ പോകും. വേർനാട് എക്സ്പ്രസ് അല്ലെങ്കിൽ ഏർനാട് എക്സ്പ്രസ് എന്തിലൊക്കെ കയറി നിൽക്കാൻ. ഈ മക്കള് ലഹരിയുമായി ബന്ധപ്പെട്ടതാകുന്ന ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും വഇൻ തഅഫൂ വതത്തഖൂ وإن تعفوا وتتقوا അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടേതാകുന്ന സന്താനങ്ങളിലും ശത്രുക്കളുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. 2 കൂട്ടരിലുമുണ്ട്. നിങ്ങളുടെ ഇണകളിൽ, അത് ചിലപ്പോൾ ഭർത്താവിലാകാം, ചിലർക്ക് ഭാര്യയിലാകാം. നിങ്ങളുടെ മക്കളിലുമുണ്ട്. എല്ലാ മക്കളും സാലിഹീങ്ങളാകാം. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. ചിലപ്പോൾ മക്കളിൽ ചില ആളുകൾ നിങ്ങൾക്ക് ശത്രുക്കളാകും. ദുന്യാവിന് ശത്രു ഉണ്ടാവും, ആഖിറത്തിൽ നിങ്ങൾക്ക് എതിരുണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്ന് അധികം ഉമ്മമാരും ഉപ്പമാരും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നതും മക്കൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്. മക്കളെ വിളിച്ചു പോവാൻ. പുതിയ തലമുറയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, എല്ലാ സൗകര്യവും കൊടുക്കുന്നുണ്ട്. പക്ഷെ മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. തെമ്മാടികളാണ്, കള്ളാണ്, ലഹരിയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. ഈമാൻ സലാമത്താക്കുമാറാവട്ടെ. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സെക്കൻഡ് മതി, ഒരു കൂട്ടുകാരൻ മതി പഴപ്പിച്ചു കൊണ്ടുപോകാൻ. അതുകൊണ്ട് കൂട്ടുകാരെ വളരെയേറെ ഗൗരവത്തോടുകൂടി കാണണം. മക്കൾ എവിടെയാണ് പോകുന്നത്, രാവിലെ സ്കൂളിലേക്ക് എത്ര മണിക്ക് പോകുന്നു, എത്ര മണിക്ക് തിരിച്ചു വരുന്നു, മദ്രസയിൽ എത്ര മണിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അവന്റെ കൂട്ടുകാരൊക്കെ, ഇതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ തനിക്ക് വിവാഹം ചെയ്തു തന്നാൽ മതി എന്ന് പറയുന്ന യുഗത്തിലേക്ക് പെൺകുട്ടികൾ എത്തിപ്പെട്ടു. ലെസ്ബിയന്റെ യുഗമാണിത്. പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുമായി തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് സ്വവർഗര അനുരാഗികളായി മാറി. എനിക്കെന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ തന്നെ വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി സ്വന്തം ഉമ്മയോട് തന്നെ വഴക്കൊടിച്ച് പറയുന്നതാകുന്ന പെൺകുട്ടികൾ. ഉമ്മയോട് തുറന്നു പറയാൻ, എനിക്ക് അവളെ കെട്ടിച്ചേരണം. എന്താണ് കാലഘട്ടം? നമ്മൾ മദ്രസയിൽ വിട്ടതാണ്. എന്നാൽ അത് വേണ്ട രീതിക്കായിട്ടില്ല. മദ്രസയിൽ വിടുന്നതാകുന്ന കാര്യങ്ങൾ, തിയറികൾ പഠിപ്പിച്ചു വരുന്നത് വീട്ടിൽ പ്രാക്ടിക്കൽ ആവണം. അല്ലാതെ മദ്രസ വിട്ടിട്ട് മദ്രസയിലെ ഉസ്താദിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് വീട്ടിൽ പ്രാക്ടിക്കലാകണം. നിസ്കാരം ഉമ്മയോടൊപ്പം തന്നെ കൃത്യമാക്കണം. ഇപ്പൊ റജബ് നമ്മളിലേക്ക് വെളിയാളം എത്തുകയാണ്, വളരെ തൊട്ടടുത്തെത്തി. അല്ലാഹു റജബിലും ഷഅബാനിലും ബറക്കത്ത് ചൊരിയട്ടെ. റമളാനിലേക്ക് ഇനി 2 മാസമേ നമുക്കുള്ളൂ. മനസ്സിലാക്കണം.
നമ്മൾ ഈ റമദാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകണം. വീടും പരിസരവും വൃത്തിയാക്കി നേരത്തെ തന്നെ സജ്ജരാകണം. പഴയ കാലത്ത് ഉമ്മമാര് പാത്രങ്ങളൊക്കെ കഴുകി വീടും പരിസരമൊക്കെ വൃത്തിയാക്കി എല്ലാം റെഡിയാകും. പക്ഷെ കൽബ് ശുദ്ധീകരിച്ചിട്ടില്ല, നമ്മുടെ ബന്ധങ്ങളെ ശാക്തീകരിച്ചിട്ടില്ല. അയൽപക്ക ബന്ധങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, സമൂഹത്തോടുള്ള ബന്ധങ്ങൾ, സമുദായത്തോടുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കളോടുള്ള കടമകൾ, സഹോദരങ്ങൾ തമ്മിലുള്ളത്, സഹോദരിമാർ തമ്മിലുള്ള ബന്ധങ്ങൾ ഒക്കെ ശാക്തീകരിക്കണം. എല്ലാ പിണക്കങ്ങളും മാറ്റി ഇണക്കത്തിലേക്ക് കൊണ്ടുവരേണ്ട സമയമാണ്. പരസ്പര സ്നേഹ സൗഹാർദ്ദം കൊണ്ട് ജനങ്ങളുടെ മനസ്സുകളെ കീഴ്പ്പെടുത്തേണ്ട സമയമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ. ഇതിനോടൊപ്പം തന്നെയാണ് നിസ്കാരം. അല്ലാതെ ഒരാൾ പള്ളിക്കകത്ത് തന്നെ ഇബാദത്തെടുക്കുന്നു, ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കുന്നു, അതിലൊന്നും യാതൊരു ഫായിദയില്ല. മനുഷ്യനതാണ്, സമൂഹജീവിയാണ്. സമൂഹത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ജനങ്ങളിലേക്ക് ഇഴുകി നിൽക്കുന്നു, കുടുംബത്തെ പോറ്റുന്നു, മക്കളെ പോറ്റുന്നു, അയൽവാസികളെയും ബന്ധുക്കളെയൊക്കെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്നു, എല്ലാ ബന്ധങ്ങളെയും കാത്തു സൂക്ഷിക്കുന്നു, അള്ളാഹുമായിട്ടുള്ള ബന്ധം അചഞ്ചലമാക്കുന്നു. അപ്പോഴാണ് ജയിക്കുക. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ, അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതും അത് തന്നെയാണ്. ഈ ദുനിയാവിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട നേട്ടങ്ങൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തൽ അനിവാര്യമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവല്ലോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞ വാക്യമാണ്, കുൻ ഫിദ്ദുനിയാ കഅന്ന ഖരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ ദുനിയാവിൽ പരദേശിയെ പോലെ വിദേശിയെ പോലെ ജീവിക്കണേ. ഈ ലോകത്ത് നിന്ന് അടുത്ത സെക്കൻഡിൽ മരണപ്പെടേണ്ടതാകുന്ന വ്യക്തിയാണെന്നുള്ള ചിന്ത നിന്റെ മനോമുഖരത്തിൽ ഉണ്ടാവണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഔ ആബിറു സബീൽ, കേവലം ഒരു വഴിയാത്രക്കാരനെ പോലെ ഈ ദുനിയാവിനെ കാണണേ. കേവലം ഒരു വഴിയാത്രക്കാരനാകുന്ന വ്യക്തിയാണ്. യാത്രക്കിടയിൽ അല്പം ഒരു തണല് കിട്ടിയപ്പോൾ, ഒരു വൃക്ഷം കണ്ടപ്പോൾ അതിന്റെ ചുവട്ടിൽ തണല് പറ്റിയിരിക്കുന്നതിനെ പോലെ അല്പനേരം കഴിഞ്ഞാൽ വീണ്ടും ഇതാ യാത്രയാണ്. മരണത്തോടുള്ള യാത്രയാണ്, ഖബറിലേക്കുള്ള യാത്രയാണ്, അവിടെ നിന്ന് മഹ്ശറിലേക്കുള്ളതാകുന്ന യാത്രയാണ്. ഈ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്ന വ്യക്തിയായി നീ മാറണേ. ഖബറിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്ന വ്യക്തിയായി നീ മാറണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇദാ അസ്ബഹത ഫലാ തന്തളിരിൽ മസാ, നേരം പുലർന്നാൽ നീ പ്രദോഷത്തെ പ്രതീക്ഷിക്കണ്ട എന്നും നബിയുനാ റസൂലുള്ളാഹി. വൈദാ അംസൈത ഫലാ തന്തളിരി സബാഹ്, വൈദാ അംസൈത ഫലാ തന്തളിരി സബാഹ്. പ്രദോഷമായാൽ പ്രഭാതത്തെയും നീ പ്രതീക്ഷിക്കണ്ട എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഈ ലോകത്ത് നിന്ന് എല്ലാം ഇട്ടേച്ച് പോകേണ്ടവനാണെന്നുള്ള ചിന്ത വരണം. ഈ സമ്പത്ത് മുഴുവൻ ഒരുമിച്ച് കൂട്ടി മക്കൾക്ക് കൊടുക്കാം എന്നുള്ള ചിന്ത നീ വെക്കണ്ട. ഈ മക്കൾ നിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാകാം. അങ്ങനെയല്ലേ വാപ്പാക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്ന മക്കൾ. ചിലർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വത്ത് മുഴുവൻ മക്കൾക്ക് വേണ്ടി എഴുതി വെക്കും. അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടായി മാറും. മക്കൾ പിന്നീട് അവർക്ക് കൊടുക്കാത്ത സാഹചര്യം, വാപ്പയോട് വഴക്കടിക്കുന്ന സാഹചര്യം, മരുമക്കൾ വരുമ്പോൾ അവരും അതിനേക്കാൾ വലിയ പ്രശ്നം, കുടുംബത്തിൽ എല്ലാ വിള്ളലുകളും ഉണ്ടാകുന്നു. നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ്, പക്ഷെ അത് പിന്നീട് വലിയ വിനയായി വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എത്രയോ വിഷയങ്ങൾ, എത്രയോ കേസുകൾ അതുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും, നിങ്ങളുടെ മക്കളിലും നിങ്ങളുടേതാകുന്ന സന്താനങ്ങളിലും ശത്രുക്കളുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് അല്ലാഹു പറയാൻ, മക്കൾ തെറ്റ് ചെയ്താൽ അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കണ്ട. വഇൻ തഅഫു വതത്തഖു വതുസ്ഫിഹു, നിങ്ങൾ മക്കൾക്ക് നല്ല രീതിയിൽ മാപ്പ് ചെയ്തു കൊടുത്താൽ, വതസ്ഫഹു വതഗ്ഫിറു, നിങ്ങൾ അവർക്ക് മാപ്പ് ചെയ്യുകയും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്താൽ, ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു കരുണയുള്ളവനാണ്, പുറത്തു കൊടുക്കുന്നവനാണ്. മക്കള് കള്ളു കുടിച്ചു, ഇനി അവനെ പടിയടച്ച് പിണ്ടം വെക്കുക, വീട്ടിൽ നിന്ന് അകറ്റുക, ഇനി അവനെ കയറ്റുന്നില്ല, അങ്ങനെ ആകാൻ പാടില്ല. ഇന്നിപ്പോ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്,
എല്ലാ ജില്ലകളിലുമുണ്ട് ഗവൺമെന്റിൻ്റെതാകുന്ന അധീനതയിൽ തന്നെ. അവിടെ കൊണ്ടുപോയി ചേർക്കുക. അല്ലെങ്കിൽ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് അവരെ കൊണ്ട് പ്രത്യേകമായിട്ട് ക്ലാസ് കൊടുക്കുക. മക്കൾക്ക് പ്രത്യേകമായിട്ട് ഒരു കോച്ചിങ് കൊടുക്കുക. എന്താണ് ഇവന്റെ ഇപ്പോഴത്തെ മനോനില തെറ്റുമല്ലോ, സ്വാഭാവികമാണ്. കള്ളം കൂടി കൂടിക്കഴിയുമ്പോൾ സ്വന്തം ഉമ്മയെ തന്നെ വിഭജിക്കും. ഈ അടുത്തൊരു മലപ്പുറം ജില്ലയിലെ ഒരു വ്ളോഗർ സ്വന്തം മകനെ കുറിച്ച് പരസ്യമായി ഒരു സഹോദരി പറയുന്നത് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടതാണ്. 21 വയസ്സുള്ളതാകുന്ന ഒരു മകന്റെ ചരിത്രം. അവസാനം ആ കുട്ടി പിന്നീട് തെറ്റ് മനസ്സിലാക്കിയിട്ട് നന്നായി തിരിച്ചു വന്നു എന്നും ആ ഉമ്മ പരസ്യമായി പറഞ്ഞു. അള്ളാഹു മക്കളെയും നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കാൻ വേണ്ടി മക്കൾ പിടിക്കുന്ന കാലഘട്ടം അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സ്വന്തം ഉമ്മയോട് എനിക്കെന്റെ കൂട്ടുകാരനെ മതിയെന്ന് ആൺമക്കൾ തന്നെ നിർബന്ധിക്കുന്ന ഗേകൾ അധികരിച്ച കാലഘട്ടം. LGBTQ-വിന്റെ യുഗമാണിത്. ലെസ്ബിയനായി ഗേ ആയി നിലകൊള്ളാൻ ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികളൊക്കെ ഇഷ്ടപ്പെടുന്ന കാലഘട്ടം. നബിതകൾ പറയുന്നതാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. നിക്കാഹുർ റജുലി അർറജുലാ വനിക്കാഹുൽ മർഅതി അൽമർഅതാ. സ്ത്രീകളുമായി ഭോഗിക്കുന്നതാകുന്ന ഒരു കാലഘട്ടം കടന്നു വരുമേ. എനിക്ക് സ്ത്രീയെ തന്നെ വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി പെൺകുട്ടികൾ പറയുന്ന യുഗം വരുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വനിക്കാഹുർ റജുലി അർറജുലാ. പുരുഷനുമായി ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം കാണാതെ ലാ തഖൂമുസ്സാ, ഈ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവസാന കാലഘട്ടത്തിന്റെ ചിട്ടാവട്ടത്തിലേക്ക് ഈ സമുദായം എത്തിയില്ലേ. കള്ളുകുടി അധികരിച്ചില്ലേ, വ്യഭിചാരം അധികരിച്ചില്ലേ, സിനിമകളും സീരിയലുകളും ഈ ലോകത്ത് വർദ്ധിച്ചില്ലേ. കോടികളുടെ കഥയാണ് സിനിമയ്ക്ക് പറയാനുള്ളത്. ഏത് പടം ഇറങ്ങിയാലും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് 50 കോടി 100 കോടി ആയെന്ന് പറയാം. എന്താണ് സത്യാവസ്ഥ? കുറച്ചാളുകൾ പറയുന്നു അതൊക്കെ വെറുതെയാണെന്ന് പറയുന്നവരുമുണ്ട്, അതല്ല യാഥാർത്ഥ്യമാണെന്ന് പറയുന്നവരുണ്ട്. ഏതും ആയിക്കോട്ടെ, നിനക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരുമല്ലോ, ഇങ്ങനെയൊക്കെ വെറുതെ പറഞ്ഞാലും പറ്റൂലല്ലോ. ഇങ്ങനെയുള്ളതാകുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഈ സമുദായത്തിൽ നിലകൊള്ളുകയാണ്. അപ്പൊ ആളുകൾ എന്തായി, പുതിയ ഡയറക്ടറാകാനും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ മുസ്ലിം ചെറുപ്പക്കാർ ഇറങ്ങാൻ. അപ്പൊ ഈ അടുത്തിറങ്ങിയ സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. നമ്മുടെ നാട്ടിലുള്ള വലിയ ഹാജിയാക്കന്മാരൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാജിയാരെ ഒരു പള്ളി വെച്ച് തരുമോ? 5 പൈസയില്ല. എന്നാ നമ്മുടെ മുത്തല്ലിനെക്കുറി 10 പേർക്ക് ആഹാരം കൊടുക്കോ? അതില്ല. എന്നാ ദീനിനു വേണ്ടി എന്തെങ്കിലും സഹായിക്കോ? പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കോ? ചൂരൽമല ദേശത്ത് വീടും നാടും എല്ലാം നഷ്ടപ്പെട്ടു പോയതാകുന്ന പാവങ്ങളുണ്ട്, വീടില്ലാതായി പോയവരുണ്ട്, അവർക്ക് കൊടുക്കോ? 5 പൈസയില്ല. നമുക്ക് വല്ല നടിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ 40 ലക്ഷം കൊടുക്കാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ളതാകുന്ന കാര്യങ്ങൾക്കൊക്കെ എത്ര കോടി വേണമെങ്കിലും കൊടുക്കാം, ഒരു പ്രശ്നമല്ല. അതിനൊക്കെ ദീൻ പരിപൂർണമായി കളഞ്ഞുപോയി, നമ്മൾ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ദീനിനു വേണ്ടി കൊടുക്കാൻ നമുക്കില്ല, അതിനുവേണ്ടി മത്സരമില്ല, താല്പര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും നാശമുണ്ട് സാബ, എല്ലാ സമുദായത്തിനും നാശമുണ്ട് സാബ. ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും നാശമുണ്ട്, നശിക്കാൻ ഹേതുവായ കാരണമുണ്ട്. എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്താണ്. സമ്പത്ത് അധികരിക്കുമ്പോഴാണ് മനുഷ്യൻ മാതാപിതാക്കളെ മറക്കുക, അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുക, അവരെ ചീത്ത വിളിക്കുക, ശകാരിക്കുക. സമ്പത്ത് കൂടുമ്പോ അമ്പരചുംബികളായ മണിമേടകൾ വെച്ച് ഉല്ലസിക്കുമ്പോ സ്വന്തം സഹോദരങ്ങളെ വിലയില്ല, സമുദായത്തോട് വിലയില്ല, നാട്ടുകാരോട് വിലയില്ല, ദീനിനോട് അനുകമ്പയില്ല, ദീനീ സ്ഥാപനങ്ങളോട് താല്പര്യമില്ല. എല്ലാം അവന്റെ കൺമുന്നിൽ വെറുപ്പുള്ള വസ്തുവായി മാറുകയാണ്. ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും നാശമുണ്ട് സാബ, എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്താണ്, സമ്പത്ത് അധികരിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.
1400 വർഷം മുമ്പ് നബി തങ്ങൾ പറഞ്ഞത് ഈ സമുദായം ഇന്ന് നേർക്ക് നേരെ കാണുകയല്ലയോ? ആദരവായ പ്രവാചകൻ പറഞ്ഞില്ലയോ, യൂശികുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅൽ അകിലതു ഇലാ ഖസാദിഹാ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികളെ കാർന്ന് തിന്നാൻ, അവരെ ഒറ്റപ്പെടുത്താൻ, അവരെ ഇല്ലാതാക്കാൻ എല്ലാ മതത്തിന്റെ ആളുകളും മതമില്ലാത്തതാകുന്ന ആളുകളും ഒരുമിച്ച് ചേർന്ന് ഈ വിശ്വാസികളെ കാർന്ന് തിന്നാൻ കടന്നു വരുന്ന ഒരു കാലഘട്ടം കടന്നു വരുമേ. മനോഹരമാകുന്ന ഭക്ഷണത്തളികയിലേക്ക് വിശന്നു വരഞ്ഞ ആളുകൾ കൈനീട്ടി ഭക്ഷണം സ്വായത്തമാക്കാൻ തുനിയുന്നത് പോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികളെ തകർത്തെറിയാൻ ആളുകൾ കടന്നു വരുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുമ്പോ സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. നബിയേ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ ഹബീബേ? ഞങ്ങളന്ന് എണ്ണത്തിൽ കുറവാണോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ അല്ല സ്വഹാബ ബൽ അൻതും കസീർ. നിങ്ങളന്ന് എണ്ണത്തിൽ കൂടുതലാണ്, കൂടുതലാണ്. നിങ്ങളന്ന് എണ്ണത്തിൽ കൂടുതലുണ്ട്, പക്ഷെ ഈമാൻ തുറന്നു പറയാൻ മടിയുള്ളവരാണ്. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. മലവെള്ള പാച്ചിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെ തീർത്തും വേസ്റ്റുകളാണ്, വേസ്റ്റുകളാണ്. ഈമാനില്ലാത്തതാകുന്ന ആളുകളായി മാറിയിരിക്കുകയാണ്. പള്ളിയിൽ ബാങ്ക് മുഴങ്ങുമ്പോൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കയറുന്നില്ല, വെളിയിലേക്ക് ഇറങ്ങുന്ന സമുദായമായി ഈ സമുദായത്തിന്റെ മക്കള് മാറിയില്ലേ, മാറിയില്ലേ? ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുന്ന, വോളിയം കൂട്ടിവെച്ചുകൊണ്ട്, ടിവിയുടെ വോളിയം കൂട്ടിവെച്ചുകൊണ്ട് റീൽസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ സഹോദരിമാരായി നമ്മുടെ മുസ്ലിം സഹോദരിമാര് മാറിയില്ലേ, മാറിയില്ലേ? നമസ്കാരങ്ങളെയും ഇബാദത്തുകളെയും ശ്രദ്ധിക്കാത്ത, ദിക്റുകളെ തൃണവൽഗണിക്കുന്നതായ സമുദായമായി ഈ തലമുറ മാറിയില്ലയോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹന. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വഹന എന്ന രോഗം തുടികൊള്ളുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ വമൽ വഹനു യാ റസൂലല്ലാഹ് വമൽ വഹനു യാ ഹബീബല്ലാഹ്. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, എന്താണ് വഹൻ എന്ന് പറഞ്ഞാൽ നബിയെ, വഹനിനെ കുറിച്ചൊന്ന് അറിയിച്ചു നൽകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. രണ്ട് കാര്യങ്ങളോടുള്ള താല്പര്യമാണ് മനുഷ്യ മാനവ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിനയായിട്ടുള്ളത്. മുസ്ലിം സമുദായത്തെ ലോകം മുഴുവനും ഒറ്റപ്പെടുത്താൻ കാരണം രണ്ട് വസ്തുക്കളോടുള്ള മഹബ്ബത്താണ്, മഹബ്ബത്താണ്. ഈ ദുനിയാവിനോടുള്ള മഹബ്ബത്താണ്. ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. മരിക്കണ്ട, മരണത്തോടുള്ള വിരക്തിയാണ് രണ്ടാമത്തതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുനിയാവിനോടുള്ള മഹബ്ബത്തും മരണത്തോടുള്ള വെറുപ്പും, ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യനെ, ലോക ജനത മുഴുവനും മുസ്ലിമീങ്ങളെ എതിർക്കാൻ കാരണം. ഹദീസാണിത്, നബി തങ്ങൾ പറഞ്ഞതാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികളെ തകർത്തെറിയാൻ വേണ്ടി തയ്യാറാകാൻ. ഇന്ത്യ രാജ്യത്ത് തന്നെ ബാബരി മസ്ജിദ് പരിപൂർണമായി തകർക്കപ്പെട്ടു. 992 നടന്ന സംഭവം. അന്നുകൊണ്ടെല്ലാം തീർന്നു എന്ന് കരുതിയിരുന്ന മുസ്ലിമീങ്ങൾക്ക് തെറ്റി. പിന്നെയും കേരളത്തിലെ എത്രയോ പള്ളികളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത്. യു പിയിലെ എത്രയോ പള്ളികൾ ബുൾഡോസർ വെച്ചുകൊണ്ട് പരിപൂർണമായി നാമാവശേഷമാക്കി. ഇന്നും കിരാതമായ വാഴ്ച നടന്നുകൊണ്ടിരിക്കും. ഒരു വിഭാഗം വിശ്വാസികളെ അരികുവൽക്കരിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രവണത നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഗവൺമെന്റിന്റെ പരിപൂർണമായ പിന്തുണയോടുകൂടി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നടക്കുകയാണ്. അള്ളാഹു ഈ നാടിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യു പിയിലെ സംഭാലിലെ മസ്ജിദ്, 5 പേരാണ് ആ പള്ളി തകർക്കപ്പെടുന്ന വിഷയത്തിന്മേൽ പരിപൂർണമായി ഇതിനെതിരെ നിലകൊണ്ട് ശബ്ദിച്ചപ്പോൾ കൊല ചെയ്യപ്പെട്ടു പോയത്, മരണപ്പെട്ടു പോയത്. ഷാഹി മസ്ജിദ്, മധുരയിലെ ഷാഹി മസ്ജിദ്, ബദായിലുള്ളതാകുന്ന ഷാഹി മസ്ജിദ് വലിയ പഴക്കം ചെന്ന പള്ളികളാണ്. 25,000-ഓളം ആളുകൾക്ക് ഒറ്റയടിക്ക് തന്നെ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്ന നിലയ്ക്കുള്ള ഇന്ത്യയിലെ വലിയ പ്രമുഖ മസ്ജിദ്. ആ പള്ളികൾക്കെതിരെയൊക്കെ
ഞങ്ങളുടെ ക്ഷേത്രം നിലനിന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ദേവാലയങ്ങൾ ഉള്ളതാണെന്ന് അവകാശപ്പെട്ട് ഒരു വിഭാഗം ആളുകൾ ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും തകർത്തെറിയാൻ വേണ്ടി ഈ രാജ്യത്തതാകുന്ന മതവിശ്വാസികൾക്കും ഇടയിൽ പരിപൂർണമായി തുരങ്കമുണ്ടാക്കാൻ പരിശ്രമിക്കുന്ന അത്തരത്താരായ ഇത്തിക്കണ്ണികൾ അവർ പരിശ്രമിക്കാൻ, അവരതിനുവേണ്ടി സർവേക്ക് വേണ്ടി നിലകൊണ്ടു. എന്നാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇടപെട്ടിട്ട് തൽക്കാലം ആ സർവേ നിർത്തിവെക്കാനുള്ള ഓർഡറും ഒരു ശുഭസൂചനയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയുന്നത്, ഈ രാജ്യത്തിന് ഇത്തരത്തിലുള്ളതാകുന്ന മുറിവേൽപ്പിക്കുന്നതും ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നടക്കുമ്പോൾ മുസ്ലിമീങ്ങളൊക്കെ പേടിച്ച് ഒരു ഭാഗത്ത് നിലകൊള്ളാൻ മനസ്സിന്റെ അകത്തലങ്ങൾ ഭീതി എല്ലാവരുടെയും ഹൃദയത്തിൽ തുടികൊള്ളുന്നു. ഇത് ഉണ്ടാവുമെന്ന് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദുവികുൽ മഹാബത്തു മിൻകും. ശത്രുക്കൾക്ക് നിങ്ങളോടുള്ളതാകുന്ന ഒരു മഹാബത്ത്, ഒരു വഖാർ, ഒരു ഗാംഭീര്യം അത് അല്ലാഹു എടുത്തു കളയും. പണ്ട് നിങ്ങളെ കാണുമ്പോൾ രണ്ട് കൈകളും കൂപ്പി നിന്നതാകുന്ന പ്രായച്ചെന്നതാകുന്ന അമ്മമാരുണ്ടായിരുന്നു, അച്ഛന്മാരുണ്ടായിരുന്നു. ഇന്നവർ മുണ്ട് മടക്കി കുത്തിയിട്ട് നിങ്ങൾക്കെതിരെ സിന്ദാബാദ് വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ ദുന്യാവിനോടുള്ള മഹബ്ബത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഭൗതികതയോടുള്ള അമിത താല്പര്യം അത് കുറയ്ക്കണം. ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്നതിലേക്ക് ഈ തലമുറ വരണം. ഭർത്താവ് കൊണ്ടുവരുന്നതാകുന്ന സമ്പാദ്യം അതിൽ കൃത്യമായി അളവുകോല് വെച്ചുകൊണ്ട് കൃത്യമായി ചെലവഴിക്കണം. വലിയൊരു ധൂർത്തും ദുർവ്യവും ജീവിതത്തിൽ മുഴുവനും സാധന സാമഗ്രികൾ, കോസ്മെറ്റിക് ഐറ്റംസുകൾ മുഴുവനും, ഓൺലൈൻ പ്രൊഡക്റ്റുകൾ മുഴുവനും വീട്ടിലേക്ക് കൊണ്ടുവന്ന് രാവിലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് മാസങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ടൊക്കെ ആ വഴിക്ക് ഇല്ലാതായിക്കൊണ്ടിരുന്നത്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ഭർത്താവിനെ പ്രയാസപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ളതാകുന്ന ചെയ്തികൾ. അതൊക്കെ നമ്മൾ കുറയ്ക്കണം. അൽ ഖനാഅ, ഉള്ളതുകൊണ്ട് സംതൃപ്തിയടയണം. وازهد وذا فقد علاقة قلبك بالمال لا فقد له تقعقلا والزهد أحسن منصب بعد التقى وبه ينال مقام أرباب العلا. മഹത്തുക്കളാകുന്ന അയിമത്തുകൾ പാടി പഠിപ്പിക്കുകയാണ് ലോകത്തോട്. സമ്പത്തിനോടുള്ള വിരക്തി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവൽ അനിവാര്യമാണ്. ആഖിറത്തെ കരുതിക്കൊണ്ട് പ്രയത്നിക്കൽ അനിവാര്യമാണ്. ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ജീവിതം വരണം. ഇതൊക്കെ ഹിസാബുള്ളതാണ്. നീ സമ്പാദിക്കുന്ന സമ്പാദ്യത്തെ കുറിച്ചും നീ ചെലവഴിക്കുന്ന തലത്തെ കുറിച്ചൊക്കെ നാളെ ചോദ്യം ഉണ്ടാവും. ഖബർ കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് മഹ്ശറിലേക്കാണ്. അവിടെ ഇതൊക്കെ എങ്ങനെയാടാ ഇത് കിട്ടിയത്, എവിടെയൊക്കെ ചെലവഴിച്ചു എന്നുകൂടി ചോദിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തസാലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഈൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനുഷ്യ മാനവാ, നിന്റെ രണ്ട് കാലുകളും നാളെ മഹ്ശറിലേക്ക് വെച്ചത് അനക്കാൻ പറ്റൂല. 4 കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി മറുപടി നൽകാതെ പടച്ചറപ്പിന്റെ ദർബാറിൽ മഹ്ശറിലേക്ക് വെച്ച കാല് അനക്കാൻ പറ്റൂല. അൻ ഉംരിഹി ഫീമാ അഫ്നാ വഅൻ ശബാബിഹി ഫീമാ അബ്ലാ വഅൻ മാലിഹി മിൻ ഐന اكتسبه وفيما أنفق وماذا عمل فيما علم. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 കാര്യങ്ങൾ എണ്ണി പറയുകയാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ. ചുറ്റുമൂല ഗ്രൗണ്ടിലേക്ക് പാതിരാത്രി സമയത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട വിശ്വാസിനികൾ, ഈ നിശാഗന്ധി വിട പറയുന്നതിന് മുമ്പ് 2024 വിട പറഞ്ഞ് 25ലേക്ക് എത്തുന്നതിന് മുമ്പ് 4 കാര്യങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കണേ. നാളെ മഹ്ശറിലേക്ക് വെച്ച കാല് അനക്കാൻ പറ്റാത്ത നിലയിൽ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി കൊടുക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നുംരിഹി ഫീമാ അഫ്നാ, അന്നുംരിഹി ഫീമാ അഫ്നാ. അവന്റെ ആയുസ്സിനെ പറ്റി അള്ളാഹു ചോദിക്കുമത്രേ, നീ നിന്റെ ജീവിതത്തിന്റെ ആയുസ്സിൽ നീ എന്ത് ചെയ്തടാ, നീ എന്ത് ചെയ്തടി എന്ന്
ചോദിക്കുകയാണ്, 60-70 വയസ്സ് നിനക്ക് നൽകിയില്ലേ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. 30, 40, 50, 60, 70 വയസ്സ് വരെ ഈ ദുനിയാവിൽ നിനക്ക് നൽകിയില്ലേ? നിന്റെ ആയുസ്സിൽ നീ എന്ത് ചെയ്തടാ എന്ന് അല്ലാഹു നിന്നോട് ചോദിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പറയാൻ സാധിക്കുമോ എത്ര വർഷമായിട്ടാണ് നീ ഖുർആൻ ഓതുന്നത്? എത്ര ഖത്മുകൾ തീർക്കാൻ സാധിച്ചു? എത്ര ദിക്റുകൾ ചൊല്ലാൻ സാധിച്ചിട്ടുണ്ട്? എത്ര നമസ്കാരങ്ങളെയാണ് നീ വൃഥാവിലാക്കിയത്? നീ കളഞ്ഞു കുളിച്ചത് എത്രയോ ഇബാദത്തുകളെയാണ്, എത്രയോ വാദുകളെയാണ് പരിപൂർണമായി നഷ്ടപ്പെടുത്തി കളഞ്ഞത്. നിന്റെ ആയുസ്സിൽ മുഴുവനും ടോട്ടലായി എന്ന് ചെയ്തതു എന്ന് ആദ്യം ചോദിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മഹ്ശറയിൽ വെച്ചാൽ എന്താണ് മഹ്ശറ? നിസ്സാരമല്ലല്ലോ. يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق ذلك اليوم الحق. നാളെ യഥാർത്ഥ ദിവസമാണ്, പരലോക ജീവിതമാണ്, ജീവിതമാണ്. റൂഹിലൂടെ സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ 3ാമത്തെ ഊത്തോടുകൂടി ഖബർ പിളർന്നുകൊണ്ട് ജനങ്ങൾ മഹ്ശറയിലേക്ക് എഴുന്നേൽക്കുകയാണ്. യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ